കുറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, പലതവണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരു തവണ കൂടി ഒന്ന് ചെയ്ത് നോക്കാനൊന്ന് ശ്രമിക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ തന്നെ എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പകുതി അങ്ങ് മറന്നിട്ടുണ്ടാകും. കാരണം എക്സാമിന്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നത് കൊണ്ട് പിന്നെ നിങ്ങൾ അതുമായിട്ട് മൈൻഡ് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നായിരിക്കും മാനസികമായിട്ട്. എന്നാലും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ പഠനത്തിന്റെ അതിലോട്ട് തന്നെ തിരിച്ച് നമ്മൾ മൈൻഡിനെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്പീഡിൽ ഞാൻ പോവും. 30 അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു തീർക്കണ്ടേ, കണ്ടന്റും കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ എത്രത്തോളം നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ റിവൈസ് ചെയ്തു എന്നുള്ള റീകോൾ ചെയ്യാൻ പറ്റി, അതോ ക്ലാസ്സിൽ ഇരുന്ന് റീകോൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് മാത്രമാണ് അതിലൊരു പ്രത്യേകത ഉള്ളത്. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒരു കാറ്റഗറി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബി എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ ടൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ കീ ആൻസർ വന്നു, ഒരു ചെറിയ ഉണ്ടെന്നാലും നമുക്ക് ഇപ്പോൾ ഉള്ള ആൻസർ കീ വെച്ചിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് സമൂർത്ത ചിന്തന ഘട്ടം എന്നത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണെന്നാണ്. ഈ പിയാഷെയുടെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, അതിന്റെ പേരും ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണെന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കണം. പേരാദ്യം പഠിക്കുക, എന്നിട്ട് അത് എത്ര ടു എത്ര എന്ന് പഠിച്ചു വെച്ചേക്കാന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നും പഠിക്കാത്ത ആളിനെ സംബന്ധിച്ച് പിയാഷെയുടെ ഏത് ഘട്ടം ചോദിച്ചാലും അല്ലെങ്കിൽ ഏതൊരാളുടെ ഏത് തിയറി ചോദിച്ചാലും ബുദ്ധിമുട്ടാണ് ആൻസർ ചെയ്യാനും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും, കാരണം നമ്മൾ ഓൾറെഡി അത് വ്യക്തമാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, 7 മുതൽ 11 വയസ്സ് വരെ. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു എന്നതിന് പുറമെ എക്സാമിന്റെ തലേദിവസം നടത്തിയ ടെസ്റ്റിനകത്തും നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ അടുത്തും സെയിം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തത് കൊണ്ടാണ് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ട് വീണ്ടും അത് തന്നെ ചോദിച്ചു. പക്ഷേ ക്വസ്റ്റ്യൻ ഇട്ടപ്പോ നമ്മൾ ശരിക്കും പഠിച്ച സമയത്ത് സമൂർത്ത ചിന്തന ഘട്ടം എന്നൊരു ഘട്ടം പഠിച്ചിട്ടില്ല. കാരണം ആ പേരല്ല നമ്മൾ പഠിച്ചത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മലയാളം സൈഡ് നോക്കുമ്പോൾ നമുക്കത് കുറച്ച് അൺഫെമിലിയർ ആയിട്ട് തോന്നി എന്താണ്, ഉടനെ ഇംഗ്ലീഷ് സൈഡ് നോക്കണം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് നമ്മൾ പഠിച്ചതാണ്, മലയാളം സൈഡ് ആ വാക്കല്ല നമ്മൾ പഠിച്ചത്. ഓക്കെ, വൈജ്ഞാനിക വികാസം പറയുന്ന സമയത്ത് നമ്മൾ 3 പേരുടെ തിയറിയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, 3 പേരുടെ തിയറി പറഞ്ഞു. അതിൽ പിയാഷയുടേതാണ് ചോദിച്ചത്. വൈജ്ഞാനിക 4 ഘട്ടങ്ങളുണ്ട് പിയാഷെ പറഞ്ഞത്. കാലഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇത് കണ്ടു. ഇതിൽ ഈ മലയാളം വായിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പല പുസ്തകത്തിൽ, പല റെഫറൻസ് പുസ്തകങ്ങളിൽ പല പേരുകളായിരിക്കും കാണാം. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, വായിക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഡൗട്ട് തോന്നും. ഇംഗ്ലീഷ് സൈഡ് നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യമേ ഇല്ല. കാരണം ഇംഗ്ലീഷ് സൈഡിലെ ക്വസ്റ്റ്യൻസ് എല്ലാം പേപ്പർ നൈമുകളെല്ലാം കറക്റ്റ് ആയിട്ടായിരിക്കും വരിക. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നുള്ളതാണ് ഇന്ദ്രിയ ജാലഘട്ടം, 2 വയസ്സ് വരെയാണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. പിന്നുള്ളത് പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അത് 2 to 7 ആണ്. അതുപോലെ പിന്നെ വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഇതാണ് നമ്മൾ എക്സാമിന് ചോദിച്ചത്, 7 to 11 എന്നുള്ളത്. മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന പേരാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ക്വസ്റ്റ്യൻ വന്ന് സമൂർത്ത ചിന്തന ഘട്ടം എന്നാണ്, പേര് മാറി മാറി വരും. ദെൻ അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 4മത്തത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 4 സ്റ്റേജ്. ഈ എക്സാമിന് ഇതൊക്കെ തന്നെ ചോദിക്കും കേട്ടോ, അങ്ങോട്ട് തിരിച്ചും മറിച്ചും നമ്മളൊന്ന് ഡൗട്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നതെന്നുള്ളൂ, ഇതൊക്കെ തന്നെ ചോദിക്കും. അതുകൊണ്ട് ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പഠിക്കുകയാണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 വയസ്സ് മുതലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഭാഷ സംബന്ധിച്ച് യൂണിവേഴ്സൽ ഗ്രാമർ ഹൈപ്പോതെസിസ് നിർദ്ദേശിച്ചത് ആര്? സെയിം സാധനം നമുക്ക് അറിയാവുന്നത് തന്നെ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, ഹൈപ്പോതെസിസ് ദെൻ തിയറി, അത് എന്ത് തിയറി ആവുന്നതാണല്ലോ. അപ്പോഴത്തേക്ക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സൽ ഗ്രാമർ ഹൈപ്പോതെസിസ് അവതരിപ്പിച്ചത് ആര്? അത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും കേട്ടതിന് തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് ആൻസർ കിട്ടണം. അതിൽ നമുക്ക് വേറെ സംശയം ഓപ്ഷൻ നോക്കേണ്ട ആവശ്യം വരരുത്, മനസ്സിൽ ആൻസർ വരണം. നോം ചോംസ്കി ആണ്. പിന്നെ നോം ചോംസ്കി ഏത് ഓപ്ഷനിലാണ് എന്ന് നോക്കാനുള്ള സമയം മാത്രമേ എടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടാതെ വേറൊരു വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി വന്നാലും ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് വന്നാൽ, രണ്ടും വന്നാൽ നോം ചോംസ്കി ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കുക മാത്രമാണ് നമ്മുടെ ജോലി. വേറെ അതിന് വൈഗോട്സ്കി ആണോ, സ്കിന്നർ ആണോ, ബ്രൂണർ ആണോ എന്നൊരു തരത്തിൽ നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി പഠനം എവിടെയും എത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും.
മിക്കവാറും ക്വസ്റ്റ്യൻ ഒക്കെ ഈ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ലാഡുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യന് പോവാം. കുറച്ച് സ്പീഡ് പോകണേ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കും. ഇത് കുറച്ച് എന്താണ് ഒരുവിധം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ച് നോക്കി പോയ ആൾക്കാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജി പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് പഠിച്ച നോട്ട് ഉണ്ടാക്കി പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചും എളുപ്പമുള്ള ക്വസ്റ്റ്യനുമാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതിൽ ഒരെണ്ണം മാത്രം ഓഡ് വൺ ഔട്ട് ആണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, മതസഹചരത്വ പരീക്ഷ, വേർഡ്സ് അസോസിയേഷൻ ടെസ്റ്റ്, പിന്നെ റൈവൻസ് പ്രോഗ്രസീവ് മാട്രിക്സ് ടെസ്റ്റ്. ഇതിനകത്ത് അവർക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇട്ട ആളിന് വേണമെങ്കിൽ ഡൗട്ട് തോന്നാവുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ഇടാമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻ ഇട്ടിട്ടേ ഇല്ല പുള്ളി. നമ്മൾ സാധാരണ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഓപ്ഷൻസ് അതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഒരു മെന്റാലിറ്റി വെച്ചിട്ട് തന്നെ ഇട്ട ക്വസ്റ്റ്യൻ ആണത്. നമ്മളിത് പറയുന്ന സമയത്ത് ഓപ്ഷൻ ഡി ആണ്, റൈവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് ടെസ്റ്റ് ആണ് വരുന്നത് ഓഡ് വൺ ഔട്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രക്ഷേപണ രീതിയെ പറ്റി, പ്രൊജക്റ്റീവ് മെത്തേഡിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റ സവിശേഷതകളുള്ള വ്യക്തികളുടെ അവരുടെ ആ സ്വഭാവത്തിന് കാരണം എന്താണെന്ന് അറിയാൻ, അവരുടെ അബോധം അവർ അടിച്ചമർത്തി വെച്ചിട്ടുള്ള വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താണ് പ്രാക്ടീസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന, നമ്മൾ പിന്നെ അധ്യാപകരാകുന്ന പോകുന്ന സമയത്ത് നമ്മൾ അധ്യാപകരും അതിന് കഴിവുള്ളവരായിരിക്കണം എന്നാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രത്യേകിച്ച് സൈറ്റുകളാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ചില ടെസ്റ്റുകളാണ് പ്രക്ഷേപണ രീതിയിൽ വരിക. ആ പ്രക്ഷേപണ രീതിയിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ടെസ്റ്റുകൾ റോഷ മഷിവെപ്പ് പരീക്ഷയുണ്ട്, തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്, പദസഹചരത്വ പരീക്ഷ ഉണ്ട്, വാക്യപൂരണ പരീക്ഷ. അങ്ങനെ 5 പരീക്ഷകളുടെ പേര് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഇതല്ലാണ്ട് ഒത്തിരി പരീക്ഷകളുണ്ട് കേട്ടോ, നമുക്ക് പേര് പോലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പരീക്ഷകളുണ്ട്. പക്ഷെ അതൊന്നും ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അത് 3 ഈ പ്രൊജക്റ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കിയാൽ പ്രൊജക്റ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ 3 ഓപ്ഷൻസും. 4ാമത്തെ ബന്ധപ്പെട്ടതല്ല. അതിന് കാരണം അത് മറ്റൊരു പരീക്ഷയാണ്, റേവൻസ് പ്രോഗ്രസീവ് ടെസ്റ്റ്. നിങ്ങളിപ്പോ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ ടാലന്റ് ടെസ്റ്റുകൾ, അതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളിൽ ഇതുപോലെ ടെസ്റ്റുകൾ നടത്തും. അതായത് സ്കൂളിൽ വേറെ എക്സ്റ്റേണൽ ഏജൻസി എന്തെങ്കിലുമൊക്കെ വന്നിട്ട്, ഞാൻ ഒത്തിരി പരീക്ഷകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ് പോലുള്ള പരീക്ഷകൾ. അതിലുള്ള ഒരു പരീക്ഷയാണ് ഈ റേവൻസ് കളേർഡ് പ്രോഗ്രസീവ് മാട്രിക്സ് ടെസ്റ്റ് എന്നുള്ളത്. അതായത് അതിനകത്ത് വാക്കുകളൊന്നും കാണത്തില്ല. ചില നമ്മുടെ ഈ പസിൽസ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീഷൻ പോലെയുള്ള, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇത് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഇതുപോലുള്ള നിങ്ങൾ ഓർമ്മ ചോദിക്കാതെ കിട്ടും. നിങ്ങൾക്ക് LP-യിലോ UP-യിലോ ഒക്കെ നിങ്ങൾ ഇത്തരം ടെസ്റ്റുകൾ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ബോക്സ് കണ്ടോ, അതിനകത്ത് ആ ചിത്രങ്ങളിൽ അടുത്ത വർണ്ണ പാറ്റേൺ ഏതായിരിക്കും എന്നുള്ളതാണ്. അത് താഴെയുള്ള ഓപ്ഷനിൽ നിന്ന് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അതിൽ വേർഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ആ ചിത്രം നോക്കി അതിനെ അനലൈസ് ചെയ്ത് അടുത്ത് വരുന്ന ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് നമ്മുടെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ്. നമ്മുടെ ലോജിക്കൽ തിങ്കിങ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ജനറൽ ടെസ്റ്റ് ആണ്. അത് നമ്മുടെ പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ല. അതുകൊണ്ടാണ് അത് ഓപ്ഷനിൽ നിന്ന് മാറി ഓഡ് വൺ ഔട്ട് ആയിട്ട് നിൽക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇത് ഞാൻ പറഞ്ഞപ്പം എക്സാം പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അതുപോലെ എക്സാമിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു, വികാസ തത്വങ്ങൾ എന്തെന്ന് ആ 11 എണ്ണത്തിന്റെ പേര് ആദ്യം കൃത്യമായി പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എക്സാമിന് ആ സമയത്ത് നടത്തിയ റിവിഷൻ ഭാഗത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചാല്, വികാസം ഒരു തുടർ പ്രക്രിയയാണ്, ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഡെവലപ്മെന്റ് ജനിച്ച ആ സമയം മുതൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ പീരീഡ് തൊട്ട് തന്നെ കുഞ്ഞില് വികാസം സംഭവിക്കുന്നുണ്ട്. അത് മരണക്കിടക്കയിൽ പോലും ഒരാളിന് വികാസം ഉണ്ടാകും. വികാസം എന്നുള്ളത് വളർച്ച എന്നുള്ള ടേം അല്ല, രണ്ടും രണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള, ഇപ്പൊ മരണക്കിടക്കയിൽ കിടക്കുന്ന ആളിന് പോലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ വികാസം ഉണ്ടായിരിക്കും, അല്ലെ ഭൗതികമായ വികാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതിൽ വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടി ക്യുമുലേറ്റീവ് അപ്രോച്ചാണ് വികാസത്തിനുള്ളത്. അത് നമ്മൾ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ, പുതിയ മനുഷ്യര്, അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങൾ, പുതിയ കാഴ്ചകൾ, അതെല്ലാം വെച്ചിട്ട് ഓരോ ദിവസത്താണ് അങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മളിൽ സംഭവിക്കുന്ന വികാസം ഇങ്ങനെ അടിഞ്ഞു കൂടിയാണ് ഒരു മനുഷ്യൻ രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ വികാസം ക്യുമുലേറ്റീവ് ആണ്, സഞ്ചിത സ്വഭാവത്തോട് കൂടിയത്. അപ്പൊ അതും കറക്റ്റ് ആണ്.
അതുപോലെ വികാസം വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക് കടക്കും. സ്പെസിഫിക് ടു ജനറൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് വികാസത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. അത് ജനറൽ ടു സ്പെസിഫിക് ആണ്. ഒരു കുട്ടിയിൽ വളർച്ച ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് അത് നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞു. അത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. വികാസം പ്രവചനീയം, നമുക്ക് പ്രവചിക്കാൻ പറ്റും, പ്രഡിക്റ്റബിൾ ആണ്. ഒരു ഇത്ര ഏജ്, 10 വയസ്സായ ഒരു ആളിന്, ഒരു കുട്ടിക്ക് ഇത്ര വികാസം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അവന്റെ ഇപ്പൊ ഹെറിഡിറ്ററി ഒക്കെ പരിശോധിച്ചാൽ ഇത്രത്തോളം വികാസങ്ങളിൽ ഉണ്ടാവാന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൽ ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടാത്തത്, അല്ലെങ്കിൽ തെറ്റായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി 3 ശരിയായ വികാസ തത്വങ്ങളാണ്. 11 ഉണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വികാസം കണ്ടിന്യൂസ് ആണ്. വികാസം ഗതി നിയമം പാലിക്കുന്നു, ഡയറക്ഷനിലാണ്, പ്രത്യേക ഡയറക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെഫാലോഗോഡൽ, പ്രോക്സിമോ ഡിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണുള്ളതാണ്, ക്യുമുലേറ്റീവ് ആണ്. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക്, പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം അതാണ് നമുക്ക് പെട്ടെന്ന് മാറിപ്പോകുന്ന കാര്യം, അതുകൊണ്ടാണ് അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ വികാസ പാരമ്പര്യത്തെയും പരിസരത്തെ, ഹെറിഡിറ്ററിയും അതുപോലെ എൻവയോൺമെന്റിനെയും ബാധിക്കും. അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിൽ വികാസം മെച്ചുറേഷനെയും ലേണിങ്ങിനെയും ബാധിക്കും. മെച്ചുറേഷൻ എത്തുന്നുണ്ടോ? ഇപ്പൊ 2 മാസമായ കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ല 5 വയസ്സായ കുട്ടിയോട് കാര്യം. അപ്പൊ മെച്ചുറേഷനിലുള്ള വ്യത്യാസം ആ കുട്ടിയുടെ വികാസത്തിന് വ്യത്യാസം ഉണ്ടാകും. സ്വാഭാവികമായിട്ടും പഠനം, ഇപ്പൊ 5 വയസ്സുള്ള 2 കുട്ടികളെ എടുത്താലും ഒരാൾ ഒന്നും പഠിക്കുന്നില്ല, മറ്റേയാൾക്ക് കുറെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ രണ്ടിലും വികാസം സംഭവിക്കുന്ന വ്യത്യസ്ത തരത്തിലായിരിക്കും. അപ്പൊ ഈ പരിപക്വനത്തെയും പഠനത്തെയും വികാസം ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്, ലീനിയർ അല്ല, സ്പൈറൽ ആണ്. അല്ല, പരസ്പരം വികാസങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. പലതരത്തിലും ഒരാൾക്ക് വികാസം, ശാരീരികമായിട്ടുള്ള വികാസം ഉണ്ടാവും, മാനസികമായിട്ടുള്ള വികാസം ഉണ്ടാവും, ബൗദ്ധിക വികാസം ഉണ്ടാവും, ഭാഷാ വികാസം ഉണ്ട്. അപ്പൊ എല്ലാ വികാസങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറയാം. അതുപോലെ വികാസം പ്രവചനീയമാണ്, പ്രഡിക്റ്റബിൾ ആണ്. വികാസത്തിന്റെ ഗതി വ്യക്തി വ്യത്യാസം, അതായത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് വികാസത്തിന്റെ തോതും. ഇപ്പൊ 5 വയസ്സായ ഒരു കുട്ടി, എല്ലാ 5 വയസ്സായ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല അവരിൽ വികാസം കാണും. അപ്പൊ വ്യക്തി വ്യത്യാസം ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അതിൽ വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. നിശ്ചിത പ്രായം എത്തുമ്പോൾ ആ കുട്ടിയിൽ ഈ തരത്തിലുള്ള വികാസം ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ ഓരോ നിർണായക ഘട്ടങ്ങളുണ്ട്. ഇപ്പം കൗമാരം ഒരു നിർണായക ഘട്ടമാണ്. അതുപോലെ ഈ ഗർഭാവസ്ഥയിലുള്ള ആ സമയം ഒരു നിർണായക ഘട്ടമാണ്. ആ സമയത്ത് എത്രത്തോളം ന്യൂട്രിയൻസ് ആ കുട്ടിക്ക് കിട്ടുന്നു എന്നുള്ളതൊക്കെ ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് നന്നായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ചില നിർണായക ഘട്ടങ്ങൾ, സം ഡിറ്റർമിനന്റ് സ്റ്റേജസ് ഉണ്ടെന്നുള്ള ഈ 11 പേര് കൃത്യമായി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ആൻസർ ചെയ്ത് പോകാൻ നോക്കണേ. ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികളിലെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പം കൃത്യമായിട്ട് ഓപ്ഷൻസ് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കിട്ടും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടും, എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്തരം ക്വസ്റ്റ്യൻസ് തെറ്റിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ, പ്രശ്ന പരിഹരണത്തിനായി ധാരാളം അവസരങ്ങൾ ഒരുക്കും. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നേക്കാം, എങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അവിടെ വെക്കുക. എന്നിട്ട് ബി എടുക്കുക, കുട്ടികളോട് വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾ, എന്താണ് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള മറുപടികൾ ഉണ്ടാവുക. അപ്പൊ അത് ഓക്കെ. സി നോക്കിയാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വതന്ത്രമായ പ്രകടനത്തിലുള്ള അവസരങ്ങൾ നൽകുക. അപ്പം എക്സ്പ്രഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് പറ്റുക എന്നുള്ള, അങ്ങനെ അവർക്ക് മനസ്സിലുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തോട്ട് വരിക. അപ്പൊ അത് രണ്ടും, ബിയും സിയും കൃത്യമായിട്ട് വരുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ എയുടെ കാര്യം അറിയത്തില്ല. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഡി നോക്കുമ്പം മേൽ പറഞ്ഞവയെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ഡി അല്ലേ ആൻസർ വരത്തുള്ളൂ. ബിയും സിയും ആണെന്ന് നമുക്കൊരു ഏകദേശം ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എ മാത്രമേ ഒരു ഡൗട്ട് ഉള്ളൂ. കാരണം അവിടെ പ്രശ്ന പരിഹരണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ക്രിയേറ്റിവിറ്റിയുമായി എന്താണ് ബന്ധം എന്നൊക്കെ നിങ്ങളൊരു ഡൗട്ട് വന്നാൽ ഓപ്ഷൻ ഡി നോക്കിയാൽ മതി, മേൽ പറഞ്ഞവയെല്ലാം. അങ്ങനെ ആ മേൽ പറഞ്ഞവ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ബി ആണോ സി ആണോ എന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് മേൽ പറഞ്ഞവയെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എയും അതിൽ പെടുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതിന് കുറച്ച് ട്രിക്കുകളിലൂടെയൊക്കെ നമുക്ക് ആൻസറിലോട്ട് എത്തിക്കാൻ പറ്റും. ലോജിക്കൽ ആയിട്ടുള്ള ട്രിക്കുകളാണ് കേട്ടോ, അല്ലാണ്ട് നമുക്കിങ്ങനെ കണ്ണടച്ച ആൻസർ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇതല്ല നമുക്ക് ക്വസ്റ്റ്യൻസിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 6, സംഘപഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് തന്റെ ഇടപെടൽ മെച്ചപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കാത്ത വിലയിരുത്തൽ ഏത്? സഹായിക്കുന്നതല്ല, സഹായിക്കാത്തത്. സംഘപഠന ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്ന കുട്ടികൾ. അപ്പൊ ആ സമയത്ത്
ഒരു 5 പേരുള്ള ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കും. അതിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്നുള്ള എന്ത് ഇൻപുട്ടാണോ ഉണ്ടാവുന്നത്, ഔട്ട്പുട്ടാണ് ഉണ്ടാവുന്നതെന്ന് ഒരു കുട്ടിക്ക് സ്വയം ഒന്ന് വിലയിരുത്തണമെങ്കിൽ താഴെ പറയുന്നവയിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കും. ഒന്ന് അധ്യാപകന്റെ വിലയിരുത്തൽ. അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ അധ്യാപകൻ പറയുകയാണെ, ഈ ഗ്രൂപ്പില് ആദ്യത്തെ ഗ്രൂപ്പ് നമ്പർ 1 പിന്നെ സുമയ നന്നായിട്ട് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നന്നായിട്ട് അതിൽ ചിത്രം വരച്ചു എന്ന് പറയുവാണെങ്കിൽ നമുക്ക് അറിയാം, കുട്ടിക്ക് അറിയാം, ഓക്കെ ഞാൻ ഈ ഗ്രൂപ്പിനുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിലൂടെ കുട്ടിക്ക് മനസ്സിലായി എന്റെ ഇടപെടൽ മെച്ചപ്പെട്ടതാണ് എന്നുള്ളത്. ഇനി നിരന്തര വിലയിരുത്തൽ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. അതായത് ഇപ്പൊ അധ്യാപകൻ ഒരു മാസത്തേക്ക് ഫുള്ളായിട്ട് ഒരു സംവാദമോ സെമിനാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുക, ഗ്രൂപ്പ് ആക്ടിവിറ്റി നടത്തുക. എന്നിട്ട് ആ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അധ്യാപകനെ മാർക്ക് ഇടുക, മാർക്ക് ഇടുക. അപ്പൊ അധ്യാപകൻ പറയാ, ഇപ്പൊ സുമയ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് സുമയ്ക്ക് ഒരു 10ൽ 9 മാർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതുകൊണ്ടാണ് എനിക്ക് 10ൽ 9 മാർക്ക് കിട്ടിയതെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നു. അതും കുട്ടിക്ക് തന്റെ ഇടപെടൽ മെച്ചപ്പെട്ടതാണോ എന്ന് അറിയാനുള്ള ഒരു കാര്യമാണ്. സമസംഘവില, അതായത് എന്റെ കൂടെ വർക്ക് ചെയ്യും, ഇപ്പൊ 5 പേരുള്ള ഗ്രൂപ്പ്, അപ്പൊ അതില് ഒരു മത്സരമൊക്കെ സംഘടിപ്പിച്ചു, നമ്മൾ ജയിച്ചു. അത് കഴിഞ്ഞ് കുട്ടി അല്ലെങ്കിൽ ജയിച്ചു ഓർ തോറ്റു എന്തോ ആയിക്കോട്ടെ, ജയിച്ചപ്പോ നമ്മൾ കൂടെ ഉള്ളവർ പറയാ, സുമയുള്ളതുകൊണ്ട് നമുക്ക് പറ്റി, ഇതൊക്കെ ചെയ്യാൻ പറ്റി എന്ന് പറയുവാണ്. അല്ലെങ്കിൽ തോറ്റാലും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു എന്നാ പക്ഷെ നമുക്ക് കിട്ടിയില്ല അന്ന് പറയുമ്പോൾ തന്നെ കുട്ടി മനസ്സിലാവുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോൾ അത് മനസ്സിലാവോ? സമം സംഘപഠനത്തിലെ കാര്യമാണ് ചോദിച്ചത്. ക്ലാസ് ടെസ്റ്റ് സംഘപഠനത്തിലെ കാര്യമല്ല. അതൊരു നമ്മൾ പലപ്പോഴും ക്ലാസ് ടെസ്റ്റുകൾ സംഘപഠനം പോലെ ആവാറുണ്ട്, ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ എഴുതുന്ന സംഭവം. എന്നാലല്ല, സ്വാഭാവികമായിട്ട് ഒരു കുട്ടി തനിയെ എഴുതുന്ന കാര്യമാണ് ക്ലാസ് ടെസ്റ്റ്. അതിന് സംഘപഠനവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ചോദിച്ചത് സഹായിക്കാത്ത വിലയിരുത്തൽ ഏതെന്നാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് ടെസ്റ്റ് സംഘപഠനത്തിലുള്ള ക്ലാസ് ടെസ്റ്റ് നടത്തിയാൽ ഒരു കുട്ടിയുടെ നിലവാരം അറിയാൻ പറ്റും, വിലയിരുത്താൻ പറ്റും ഒരു കുട്ടീനെ. പക്ഷെ അക്കാദമിക്കലി വിലയിരുത്താൻ പറ്റും. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല, അക്കാദമിക്കലി വിലയിരുത്തുന്ന കാര്യമല്ല, സംഘപഠന പ്രവർത്തനങ്ങളിൽ അവന്റെ ഇടപെടൽ എന്നതിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ എന്നതുകൊണ്ട് ഇവിടെ ക്ലാസ് ടെസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. അതിന്റെ ഇപ്പൊ ഒരു കുട്ടിക്ക് 50ൽ 40 മാർക്ക് കിട്ടി എന്നുള്ളത് ആ കുട്ടി ആ ക്ലാസ്സിൽ സംഘപഠനം നടക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ആ കുട്ടിയുടെ എത്രത്തോളം പങ്കാളിത്തം ഉണ്ടെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. വളരെ ലോജിക്കൽ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള, ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യന്, ഇൻക്ലൂസീവ് സെറ്റിംഗ്സിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നേരിടാൻ പ്രയോജനപ്പെടുത്താവുന്ന രീതികൾ ഏതാണ്? ഓക്കെ, ഇതും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ട്രിക്കി ആയിട്ട് ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് അസിസ്റ്റീവ് ടെക്നോളജി. അപ്പൊ നിങ്ങൾക്ക് അത് അറിയത്തില്ല എന്ന് വെച്ചാൽ എന്താണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് അടുത്ത നോക്കുക, വ്യക്തിഗത ബോധനം, ഇൻഡിവിജ്വലൈസ്. അപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പൊ ഒരു ക്ലാസ്സിലും 10, 20, 30 കുട്ടികളുണ്ടാവും. അതിൽ ഒരു കുട്ടിക്ക്, ആ കുട്ടി ഇൻക്ലൂസീവ് സെറ്റിംഗ്സിൽ വരുന്ന ആളാണ്. അതായത് ആ കുട്ടിക്ക് എന്തെങ്കിലും പഠന വൈകല്യമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വൈകല്യങ്ങളുള്ള ആളായിരിക്കും. അങ്ങനെ ഇൻക്ലൂസീവ് സെറ്റിംഗ്സിലുള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് വ്യക്തിഗതമായിട്ടുള്ള ബോധനം തന്നെ കൊടുത്താലേ പറ്റുള്ളൂ. എല്ലാരെയും പഠിപ്പിക്കുന്ന പോലെ അങ്ങ് പഠിപ്പിച്ചു പോയാൽ ആ കുട്ടിക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ ആ കുട്ടിക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വേണം. അത് ഓപ്ഷൻ ബി അതിൽ വരുമോ നമുക്കറിയാം. ഓക്കെ, എങ്കിൽ സി ഒന്ന് വായിച്ചു നോക്ക്. പാഠ്യപദ്ധതി അനുരൂപീകരണം, കരിക്കുലം അഡാപ്റ്റേഷൻ. കരിക്കുലം ഞാൻ പറയാം, ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിലുള്ള കരിക്കുലത്തിന്റെ അത് കൊടുത്താൽ ആ കുട്ടിക്ക് ഒരിക്കലും അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനാണെങ്കിൽ പറ്റും, അല്ലാത്തവർക്കൊന്നും പറ്റത്തില്ല. അപ്പൊ ഈ എന്താണ് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഈ കരിക്കുലത്തിനെ അഡാപ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പൊ 1ാം ക്ലാസ്സില് എന്ത് ചെയ്യണം, ഒരു ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഒരു കഥയാണ്. അപ്പൊ അത് കഥയിൽ കുറെ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ക്ലാസ്സിൽ ഒരു ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടി, ആ കുട്ടിയുടെ എന്ത് തരം ഭിന്നശേഷിയാണ് ഉള്ളതെന്നനുസരിച്ചിട്ടാകുമ്പോൾ ചെയ്യും. ഒരു കുട്ടിക്ക് കാലിന് ബുദ്ധിമുട്ടുള്ള കുട്ടിയുണ്ട് എന്ന് കരുതി അവന്റെ ഭൗതിക നിലവാരത്തിൽ പ്രശ്നമില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണ്ട, അവർക്ക് കരിക്കുലർ അഡാപ്റ്റേഷന്റെ ആവശ്യമില്ല. എന്നാൽ പഠന വൈകല്യമുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിലോ അവർക്ക് കരിക്കുലർ അഡാപ്റ്റേഷൻ വേണം. അപ്പൊ കുറെ കളേഴ്സിന്റെ പേര് എഴുതാനും പഠിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരുവിധം കുട്ടികൾക്ക് കളേഴ്സ് അറിയായിരിക്കും. അപ്പം നമുക്ക് ഒരു ക്ലാസ്സിലോ 2 ക്ലാസ്സിലോ കൊണ്ട് അവരെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ച് എഴുതിപ്പിച്ചൊക്കെ ആ കുട്ടികളെ കളേഴ്സിന്റെ പേര് എഴുതാൻ അവരെ കൊണ്ട് പ്രാപ്തനാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ഇതേ ക്ലാസ്സിൽ ഇരിക്കുന്ന ഭൗതിക പഠന നിലവാരത്താഴെയുള്ള കുട്ടി അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഓരോ ദിവസവും ഓരോ കളർ വെച്ച് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഈ കരിക്കുലം അഡാപ്റ്റ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കരിക്കുലത്തിൽ ടീച്ചേഴ്സ് വ്യത്യാസം വരുത്തിയാലേ ആ കുട്ടിക്ക് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതും എന്ത് ചെയ്യണം, നമുക്ക് കുട്ടികൾക്ക് ആവശ്യങ്ങൾ നേരിടാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
ഓക്കെ, അപ്പൊ അവിടെ ബിയും ശരിയാണ്, സിയും ശരിയാണ്. പിന്നെ നമുക്ക് എ മാത്രമേ ഡൗട്ട് ഉള്ളൂ, പക്ഷെ എ നമുക്ക് അറിയത്തുമില്ല. എന്ന് ഡി നോക്ക്, മേൽ പറഞ്ഞവയല്ല. അപ്പൊ ബിയും സിയും ശരിയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ സ്വാഭാവികമായിട്ടും എയും കൂടെ അതിനെ കൂടെ വരും. അസിസ്റ്റീവ് ടെക്നോളജിന്റെ വേറെ ഒന്നല്ല, കുട്ടികളെ സഹായിക്കുന്നത്. ഇപ്പം ഒരു കുട്ടിക്ക് കാഴ്ച പരിമിതി ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ കളേഴ്സ് ഒക്കെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? പച്ച എന്ന് വെച്ചാൽ ഇലയുടെ കളറാണെന്ന് പറയാം. നമ്മൾ സാധാരണ ക്ലാസ്സിൽ അങ്ങനെയല്ലേ പറയാം, പച്ച എന്ന് വെച്ചാൽ ഇലയുടെ കളർ, ചുവപ്പ് എന്ന് വെച്ചാൽ ചെമ്പരത്തിയുടെ കളർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിപ്പിക്കുക. കാഴ്ച ശക്തി ഇല്ലാത്ത കുട്ടികളോട് നമ്മൾ എന്ത് പറയും? അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക, ഇപ്പൊ ബ്രെയിലിലുള്ള വല്ല എഴുത്തുകളോ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ മീൻസ് എന്താ ഓഡിയോസ്, അതുപോലെ ഓഡിയോസ് പറഞ്ഞാൽ പ്രത്യേക ചില സൗണ്ടുകൾ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജീനെ നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ടി വരും. അതിനെ നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയാം. അപ്പൊ ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സെറ്റിംഗ്സിൽ വരുന്ന കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താലേ അവർക്ക് നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ പ്രയോജനം ലഭിക്കത്തുള്ളൂ. അപ്പം ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ജനറൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാതെ ഒരു കേട്ടറ്റ് എക്സാമും പോകത്തില്ല. കാരണം ഇപ്പൊ 2017 എന്റെ ഓർമ്മ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വന്നത് മുതലാണ് ഇത്തരം ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഒത്തിരി കുട്ടികൾ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയായിരിക്കും, എല്ലാ സ്കൂളുകളിലും ഇതുപോലെ 1, 2, 3, 4 ഒക്കെ മിനിമം പറയാണ്, 4 പേരെങ്കിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾ മിക്കവാറും എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഉണ്ടാവും. അപ്പൊ അവരെ നമ്മൾ കേട്ടിട്ട് നേടി PSC റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ജോലിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരം സ്കൂളുകളിൽ പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ, അതിന്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റിജുവിന് തന്റെ ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിനോട് കടുത്ത ആരാധനയാണ്, ഭയങ്കര ഒരു ഫാൻ ആണ് എങ്കിൽ, അതുപോലെ താരത്തിന്റെ സ്റ്റൈല്, സ്വഭാവ സവിശേഷത എന്നിവയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെ അനുകരിക്കുന്നുണ്ട് എങ്കിൽ, റിജു ഇവിടെ പ്രയോഗിക്കുന്ന സമായോജന തന്ത്രം എന്താണ്? ഡിഫൻസ് മെക്കാനിസം എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരുവിധം എല്ലാ ഡിഫൻസ് മെക്കാനിസവും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ എന്താണ് യുക്തീകരണവും പ്രൊജക്ഷനും അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻ ആൻസർ ഡി ആണ് കൊടുത്തെങ്കിൽ ആൻസർ ഡി അല്ല, ആൻസർ എ ആണ്. താദാത്മീകരണം അഥവാ ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്കൊരാളിനോട് എന്താ, നമ്മൾക്ക് ഇപ്പം മോഹൻലാലിനോട് വലിയ ഫാൻ ആണെന്ന് വെച്ചാൽ, മോഹൻലാലിന്റെ വലിയ ഫാനാണ്. അപ്പൊ നമ്മൾ അയാളെ പോലെ രൂപത്തിൽ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുക, അയാളുടെ ഒരു മാനറിസംസ് കാണിക്കുക, അയാളുടെ ഒരു സ്റ്റൈല് കോപ്പി ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന അയാളുടെ ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കാനാണ്. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കുന്നതാണ് ഐഡന്റിഫിക്കേഷൻ, താദാത്മീകരണം എന്നുള്ളത്. സമായോജന ക്രിയാതന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസം എന്നോ അഡ്ജസ്റ്റീവ് മെക്കാനിസം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെയാണ് നമ്മൾ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, സിമ്പിൾ, അത്രേ ഉള്ളൂ. അതിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിഷേധം, ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, അനുകൂരണം, പ്രക്ഷേപണം, താദാത്മീകരണം, പശ്ചാത്ഗമനം, ആക്രമണം. ഇതിൽ മലയാള വാക്ക് കാണുമ്പോൾ ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ തോന്നുന്നൊന്നുമില്ല, ചെറിയ കുഞ്ഞു കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ ഈ ഓപ്ഷനിൽ വന്ന 4 ആ ഓപ്ഷനിൽ വന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്ത് പോവാണ്. ദമനം എന്ന് വെച്ചാൽ വേറെ, ദമനം എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളതാണ്. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളൊക്കെ അബോധ മനസ്സിലേക്ക് തള്ളുക, നമ്മളത് മറക്കാൻ ശ്രമിക്കുക, നമ്മളെ ബാധിക്കുന്നതേ ഇല്ല എന്നൊരു തരത്തിൽ പെരുമാറുന്നതിന് നമ്മൾ ദമനം ദമിപ്പിച്ച് വെക്കുക, മനസ്സിലാക്കി ഇങ്ങനെ ആഴത്തിലെങ്ങ് നമ്മൾ കുഴി കുത്തി മൂടുക എന്നൊക്കെ പറയുന്നത്, അതുപോലെ വെച്ചിരിക്കുക, അതിനെ നമ്മൾ ദമനം എന്ന് വിളിക്കാം. പക്ഷെ ഇങ്ങനെ വെച്ചാലുള്ള പ്രശ്നം, നമ്മൾ ഒത്തിരി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ പ്രതികരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യുക്തീകരണം ഉണ്ട്. യുക്തീകരണം വെച്ചാൽ നമ്മുടെ ബലഹീനതകൾ, അല്ലെ പരാജയങ്ങൾ, കഴിവുകൾ, ഇതിനെയൊക്കെ നമ്മൾ തെറ്റായ കാരണം വഴി ന്യായീകരിക്കുകയാണ്. നമ്മൾ ചെയ്ത തെറ്റിനെ എന്ത് ചെയ്യുക, ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി ന്യായീകരിക്കുന്നതിനെ നമ്മൾ യുക്തീകരണം എന്ന് വിളിക്കുക. അതിൽ തന്നെ 2 ശൈലികൾ പറയാറുണ്ട്. ഒന്ന് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി. ഞാനിങ്ങനെ ഒത്തിരി മുന്തിരി കഴിക്കണം വലിയ ആഗ്രഹമായിരുന്നു, ലിറ്ററലി പറയാണ് കേട്ടോ. മുന്തിരി എന്ന് വെച്ചാൽ എന്ത് സാധനം, നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തോ സാധനം. അപ്പൊ ആ മുന്തിരി കഴിക്കണം വലിയ ആഗ്രഹമായിട്ട് അങ്ങനെ പോകുന്നു. വേറൊരാളുടെ കയ്യിൽ മുന്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ച് മടിയായിട്ട് അങ്ങനെ നിന്നു. പുള്ളി തന്നില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ, അത് എനിക്ക് വേണ്ടായിരുന്നു, അതിപ്പോ പുളിക്കുന്ന മുന്തിരി, അത് കൊള്ളത്തില്ല എന്ന് നമ്മളിങ്ങനെ പറയാം. അത് കിട്ടാത്ത സാധനത്തിനെ പറ്റിയിട്ട്
നമ്മൾ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടാൻ, പക്ഷെ കിട്ടാത്ത സാധനത്തിനെ പറ്റി കുറ്റം പറയാം. ഇതിനെ നമ്മൾ പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്ന് വിളിക്കുക. അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ഉണ്ട്, മധുരിക്കുന്ന നാരങ്ങ ശൈലി. അതായത് നാരങ്ങ പുളിപ്പാണ് നമുക്കറിയാം. ഇത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അറിയാതത്ര ഇതല്ല, ശരിയല്ല എന്നുള്ളത്, പക്ഷെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ എന്ത് ചെയ്യാ, മധുരമാണെന്ന് പറയാം. നമ്മൾ കഴിക്കുന്ന നാരങ്ങ ആയതുകൊണ്ട് മധുരമാണെന്ന് പറയാം. അപ്പൊ നമ്മളെ അടുത്തിരിക്കുന്ന ആൾക്കാര് നമുക്കറിയാം അയാൾ ടോക്സിക് ആണെന്ന്, പക്ഷെ പുള്ളിക്കാരൻ വലിയ സംഭവമാണെന്ന് നമ്മൾ പറയാം. ഇത് തന്നെ, അതാണ് യുക്തീകരണം. ഉദാത്തീകരണം ഓപ്ഷനിൽ വന്നതാണ്. അത് നമ്മള് വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സാമൂഹിക അംഗീകാരമുള്ള മാർഗങ്ങളിൽ കർമ്മനിരതനാവുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരാള്, അയാൾ എന്ത് ചെയ്യുക, സമൂഹം പൊതുവെ അംഗീകരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഒരു സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലം വൃത്തിയാക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അതിനെ നമ്മൾ ഉദാത്തീകരണം, സബ്ലിമേഷൻ എന്ന് വിളിക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചത് താതാത്മ്യീകരണമാണ്. തന്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും അത് അതിന്റെ കൂടെ നിൽക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ ഒരു ശ്രമം നടത്തുക. അപ്പൊ ഫാൻസ് ഒക്കെ ചെയ്യുന്ന അതാണ്. അത് എനിക്ക് അയാളെ പോലെ ആവാൻ പറ്റുന്നില്ല. ഇപ്പൊ വിജയ് ഞാൻ ഭയങ്കര ആരാധകരുള്ള ഒരു നടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഓറയില്ല, ഒരു ഭംഗി, അത് നമുക്ക് ഒരിക്കലും നമ്മള് സ്വപ്നങ്ങളിൽ കാണുന്ന ഒരു നായക സങ്കല്പമാണ് മിക്കവാറും വിജയില് കാണാം. വെച്ചാല് എല്ലാ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കാൻ വരുന്ന ഒരാള്, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെയൊക്കെ ഒരു ഇതല്ലേ. അപ്പൊ അത് നമുക്ക് ആവാൻ പറ്റില്ല, നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ മാനറിസംസ്, അദ്ദേഹത്തിന്റെ സ്റ്റൈലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അദ്ദേഹമായിട്ട് മനസ്സിൽ സ്വയം ഒന്ന് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഇതിനെയാണ് നമ്മൾ താതാത്മ്യീകരണം, ഐഡന്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വ്യക്തിത്വ സമീപനങ്ങളിൽ മനുഷ്യന്റെ ശരീരപ്രകൃതിക്ക് പ്രാധാന്യം നൽകിയത് ഏത്? ഇതിനകത്ത് ആൻസർ വന്ന സാധനം നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു ക്ലാസ്സിൽ, പക്ഷേ ബാക്കി 3 നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ച 3 അല്ലാന്ന് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ നേരെ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത് എന്താണെന്ന് അറിയാതെ പോലും നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുമായിരുന്നു. വേറൊന്നുമല്ല, വ്യക്തിത്വ സമീപനങ്ങൾ, അതായത് വ്യക്തിത്വ സമീപനം നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ട്രയറ്റ് അപ്രോച്ച് പഠിച്ചു, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പഠിച്ചു, സൈക്കോ അനാലിസിസ്, 3 നമ്മൾ പഠിച്ചു. ഭാഗ്യത്തിന് അത് തന്നെയാണ് ക്വസ്റ്റ്യനിലും ഓപ്ഷനിലും ഉള്ളത്. ആൻഡ് അതിൽ ട്രയറ്റ് അപ്രോച്ച് നമ്മൾ പറഞ്ഞത് നമ്മൾ GW ആൽപോർട്ടിന്റെ, അതായത് നമുക്കൊരു സ്വഭാവം, നമ്മൾ ഓരോ വ്യക്തിയിൽ ഇങ്ങനെ നോക്കിയാൽ അവരുടെ വ്യക്തിത്വത്തിൽ ചില സവിശേഷതകൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ചില ഭയങ്കര ദേഷ്യമാണ്, ചില പൊതുവെ സ്നേഹമുള്ള ആൾക്കാരാ, ചില മിക്കവാറും സോഫ്റ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിത്വ സവിശേഷതകൾ കാണാം. അതിനെ നമ്മൾ ട്രയറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് ട്രയറ്റ് സമീപനം. അപ്പം അതും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ, ശരീരപ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് ശരീരപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇങ്ങനെ തടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കറുത്തിരിക്കുന്നു, വെളുത്തിരിക്കുന്നു, ബ്രൗൺ കളറിൽ ഇരിക്കുന്നു, ഇതൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അയാളുടെ സ്വഭാവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അത് ബ്രെയിനും അദ്ദേഹത്തിന്റെ ഹെറിഡിറ്ററിയും ഒക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, പാരമ്പര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യം. അപ്പൊ അതും ഇതുമായിട്ട് ബന്ധമല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല എന്നറിയാം. അപ്പൊ ഓപ്ഷൻ എ കട്ട് ചെയ്യാം. രണ്ടാമത്തെ നോക്ക്, ബി നോക്ക്, ടൈപ്പ് സമീപനം. അത് എന്താ നമുക്ക് അറിയത്തില്ല. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. വെട്ടാനും പറ്റത്തില്ല, ഓക്കെയും കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഓപ്ഷൻ സി, മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. അതിനെ തന്നെ സൈക്കോ എന്ന് കൊടുത്തിട്ടുണ്ട്. സൈക്കോ എന്ന് വെച്ചാൽ സിമ്പിൾ ബ്രെയിനുമായി ബന്ധപ്പെട്ടത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. അതിലാണ് നമ്മൾ മനസ്സിന്റെ 3 തലങ്ങൾ, ബോധതലം, അബോധതലം, അത് പഠിച്ചത്. അതുപോലെ മനസ്സിന്റെ ഘടന, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അതൊക്കെ പഠിച്ചത്. അപ്പൊ അതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതും അദ്ദേഹത്തിന്റെ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതും ഓപ്ഷനിൽ വരത്തില്ല. അപ്പം എയും നമ്മൾ വെട്ടി, സിയും വെട്ടി. ഇനി ഡി നോക്ക്, ബിഹേവിയറസ് ആണ്, വ്യവഹാര സമീപനമാണ്. ബിഹേവിയർസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ ആദ്യം പഠിച്ച സാധനമല്ലേ. ഒരാളുടെ ബിഹേവിയറിനനുസരിച്ചിട്ട് നമ്മൾ ചില എന്താണ് നമ്മുടെ ചോദനം, അതുപോലെ അതിന്റെ റെസ്പോൺസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും അദ്ദേഹത്തിന്റെ രൂപവുമായിട്ട്, ശരീരവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ബി ആണ് എന്റെ ആൻസർ, പക്ഷെ ഓപ്ഷൻ ബി എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എയും സിയും ഡിയും എല്ലാം നമുക്കറിയാം. അങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുക ഈ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ചിലർക്ക് അറിയായിരിക്കും ടൈപ്പ് സമീപനം എന്താണെന്ന്, പക്ഷെ കൂടുതൽ പേർക്കും ഇതറിയാൻ സാധ്യത കുറവാണ്. അപ്പൊ എന്താണ് ടൈപ്പ് സമീപനം എന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത്
ഒത്തിരി ടൈപ്പ് സമീപനവുമായി ബന്ധപ്പെട്ട് പലരുടെയും തിയറീസ് കാണാറുണ്ട്. അതിൽ ഒരു തിയറി, പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് വില്യം ഷെൽഡൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ തിയറി. അത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ അവരുടെ ശരീരഘടന വെച്ച് നോക്കിയിട്ട് അദ്ദേഹം മൊത്തത്തിലുള്ള ആൾക്കാരെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒന്ന്, അതിന് തന്നെ പേരും കൊടുത്തത് അതിന് എൻഡോമോർഫിക് ആയിട്ടുള്ള ആൾക്കാര്, മീസോമോർഫിക് ആയിട്ടുള്ള ആൾക്കാര്, എക്ടോമോർഫിക് ആയിട്ടുള്ള ആൾക്കാര്. എന്നിട്ട് അദ്ദേഹം പറയാ ഓരോ വിഭാഗം, ഓരോ കാറ്റഗറൈസ്ഡ് ആൾക്കാർക്കും ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണാൻ പറ്റും. അപ്പം അതായത് ഇപ്പൊ എൻഡോമോർഫിക് കുറച്ച് വണ്ണമുള്ള, കുറച്ച് ഹൈറ്റ് ഉള്ള ആൾക്കാരില്ലേ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഒരേ സ്വഭാവമാണ് എന്നാണ്. പക്ഷെ നമുക്കറിയാം അങ്ങനെ അല്ല, നമുക്കറിയാം. പക്ഷെ ഇങ്ങനൊരു തിയറി ഉണ്ട്. അതിനെ നമ്മൾ ടൈപ്പ് സമീപനം എന്ന് വിളിക്കുക, ടൈപ്പ് അപ്രോച്ച് എന്ന് വിളിക്കുക. ഓക്കെ. എൻഡോമോർഫിക് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ആദ്യത്തെ ചിത്രം, അത് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം സോഷ്യബിൾ ആണ്. അതായത് സമൂഹമായിട്ട് നല്ല ഇടപെടുന്ന ആൾക്കാരാണ്, റിലാക്സ്ഡ് ആണ്, അഫക്ഷനേറ്റ് ആണ്, ഈവൻ ടെമ്പേർഡ് ആണ്. അത് ദേഷ്യം അങ്ങനെ അധികം വരത്തൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. എന്നാൽ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളിപ്പം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ചിത്രം നോക്കിയാൽ പലരും പല മെലിഞ്ഞ ആൾക്കാരാണ്, തടിച്ച ആൾക്കാരാണ്, പല നിറങ്ങളുള്ള ആൾക്കാരാണ്, മുടിയുള്ളവരും മുടിയില്ലാത്തവരും, നഖമുള്ളവരും നഖമില്ല, എല്ലാം കാണത്തില്ല. അപ്പൊ ഇതൊരു പഴയ സമീപനമാണ്, ഇത് ശരിയാണെന്നല്ല, അങ്ങനത്തെ സമീപനം, അങ്ങനത്തെ അഭിപ്രായം ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ മീസോമോർഫിക് എടുത്ത് നോക്കിയാൽ അവർ എനർജറ്റിക് ആണ്, കോമ്പറ്റീറ്റീവ് ആണ്, അഗ്രസീവ് ആണ്, ബോൾഡ് ആണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ എക്ടോമോർഫിക് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ അവർ ഇൻഹിബിറ്റഡ് ആണ്, ഒരു കാര്യം ചെയ്യുന്ന ഒരു തടസ്സം അവർക്കുണ്ട്, അതിൽ അപ്രഹെൻസീവ് ആണ്, അതായത് നല്ല വിവേക ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ്, ഇന്റലക്ച്വൽ ആണ്, സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെയാണ് അത് പൊതുവായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിനെ നമ്മൾ ടൈപ്പ് അപ്രോച്ച് എന്ന് വിളിച്ചത്. അപ്പം ഈ ശരീരഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വ അതായത് ശരീരത്തിന്റെ ഘടനയെ നോക്കിയിട്ട് അയാളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞങ്ങ് വെച്ചേക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ ടൈപ്പ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൗതിക പിന്നോക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും ഡാഷ് കുട്ടികളുടെ സവിശേഷതയാണ്. എങ്ങനത്തെ കുട്ടികൾക്കാണ് ഇങ്ങനെ ഭൗതികമായ പിന്നോക്കാവസ്ഥ? അവർക്ക് എന്താണ്, ബുദ്ധിപരമായിട്ട് കുറച്ച് പിറകിലോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ പൊരുത്തപ്പെടാൻ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അവരെ കൊണ്ട് പറ്റില്ല. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാഴ്ച പരിമിതി ഉള്ളവരല്ല, കേൾവി പരിമിതി ഉള്ളവരല്ല. അത് രണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിക്കളയാൻ പറ്റും. പിന്നെ ഉള്ളത് എ ആണോ ബി ആണോ എന്നുള്ള സംശയം. ബുദ്ധിമാന്യമുള്ളവരാണോ, പഠന വൈകല്യമുള്ളവരാണോ? നമുക്ക് പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതരത്തില് ക്ലാസ്സിൽ പറഞ്ഞിട്ട്, പഠന നിലവാരത്തില് പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ആൾക്കാർ, അതിനർത്ഥം അവർക്ക് ബുദ്ധിയില്ലെന്നോ അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലെന്നോ അല്ല. അപ്പം ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ ലോജിക്കൽ റീസണിങ്ങിൽ വളരെ പിന്നോട്ടായിരിക്കും, പക്ഷെ അവർക്ക് ഭാഷാപരമായിട്ടുള്ള നല്ല കഴിവുണ്ടാവും. അവർക്ക് മലയാളം ഇംഗ്ലീഷ് പോലെ ഭാഷയിൽ അവർ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ പഠന വൈകല്യത്തിൽ ചില പ്രത്യേക മേഖലകളിൽ, പഠനത്തിന്റെ ചില പ്രത്യേക മേഖലകളിൽ പിറകിലോട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അവർക്ക് പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് ഭൗതികമായ പിന്നോക്കാവസ്ഥ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരാൾക്ക് ബുദ്ധി കുറച്ച് കുറവാണെന്ന് വെച്ചോ, ബുദ്ധി നിലവാരം കുറവാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് പഠനത്തിലും അതിനനുസരിച്ച് അവർ പുറകിലോട്ടായിരിക്കും. എന്ന് കരുതി പഠനത്തിൽ പുറകിലോട്ട് നിൽക്കുന്ന കുട്ടികളെല്ലാം ബുദ്ധി കുറഞ്ഞ ആൾക്കാരാണെന്ന് നമ്മളെ ഒരു പഴയ ഒരു ചിന്താഗതിയാണ്. അങ്ങനെ അല്ല എന്നാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലായോ എന്നറിയാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്, ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക്, ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ട് കുട്ടികൾക്കാണ് ഭൗതികമായ പിന്നോക്കാവസ്ഥയും ാനുള്ള കഴിവ് കുറവും ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, വോയിസിൽ ചോദിക്കണേ, മെസ്സേജ് ഞാൻ കാണത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളുടെ മികച്ച പ്രകടനങ്ങളുടെ തെരഞ്ഞെടുത്ത ശേഖരത്തെ വിശേഷിപ്പിക്കാവുന്നത് എന്താണ് എന്നുള്ളതാണ്. ഇത് കുറച്ചു പേർക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, അവർക്ക് ആ 3 അത് അറിയായിരുന്നു. ഇപ്പൊ അറിയാത്ത ആളിനെ സംബന്ധിച്ച് എളുപ്പമാണ്. പക്ഷെ 3 ഓപ്ഷനും അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഓപ്ഷനും അറിയുന്നവരെ സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ സത്യത്തിൽ വലിയ ഡൗട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, സഞ്ചിത രേഖയും ഉപാഖ്യാന രേഖയും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് രണ്ടും അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഡൗട്ട് വന്നത്. പിന്നെ പോർട്ട്ഫോളിയോയും ലോഗ് ബുക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഓരോ ക്ലാസ്സിൽ എത്ര പേര് വന്നിട്ടുണ്ട്, എന്താ ടീച്ചേഴ്സ് ഇങ്ങനെ രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്റർ നമുക്ക് ലോഗ് ബുക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ എത്ര പീരീഡ് ഫ്രീ ആയിരുന്നു എന്നുള്ള എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഡീറ്റെയിൽസ് നമ്മൾ ഡേറ്റ് ഇട്ടൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മൾ ലോഗ് ബുക്ക് എന്ന് വിളിക്കാം. പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ നിങ്ങൾ, എന്റെ ഓർമ്മയിലുണ്ട്, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല, അതായത് യു പിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക്
ഓരോ വിഷയത്തിനും ഓരോ ഫയലുകളായിട്ട് പോർട്ട്ഫോളിയോ നമുക്ക് സ്വന്തമായിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. ഓരോ വിഷയത്തിന് ഓരോന്നാണ്. അപ്പൊ മാത്സിൽ നമ്മൾ ആ ഒരു വർഷം ചെയ്ത വർക്കിൽ ഏറ്റവും നല്ല വർക്കുകൾ നമ്മൾ എടുത്ത് നല്ല പ്രിന്റ് ഒക്കെ എടുത്ത് ഭംഗിയാക്കി പെയിന്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഓരോ ഫയലായിട്ട് ആ ഫയൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഫയൽ വാങ്ങാൻ പാടില്ലായിരുന്നു. അപ്പം ഈ ചാർട്ട് പേപ്പറിൽ ഫയൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ടോ ചെയ്തിട്ടുള്ളത്. സോഷ്യലിലൊക്കെ ഇങ്ങനെ ഒരു ബുക്ക് നിറച്ച് പിന്നെ ഇപ്പോ നമ്മളിപ്പോ ഒരു പാഠം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റി ഒരു പാഠം പഠിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന സാധനം എന്റെ ഒരു സെമിനാർ ഞാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സാധനം ഒരു ചിത്ര ആൽബം ഒക്കെ ചെയ്തിട്ട് ബുക്കിൽ ഒത്തിരി പേജിൽ ഇങ്ങനെ കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഭംഗിയാക്കിയൊക്കെ വെക്കുന്ന ഒരു സാധനം. അതിനെ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വിളിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഇതിലത് ഇല്ല കേട്ടോ. പഴയ മുമ്പ് ഉണ്ടായിരുന്നതാണ്. കുറെ വർഷമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് ഇല്ലാതായി പോയി. പിന്നെ ഇപ്പൊ മൊത്തത്തിലൊരു പോർട്ട്ഫോളിയോ ഉണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഒരു പോർട്ട്ഫോളിയോ വേണമെന്നാണ്. എല്ലാ വിഷയങ്ങളോടും ഒരുമിച്ച് വെച്ചാൽ മതി. മാത്സിലെ വർക്ക് അതിൽ ഏറ്റവും തെരഞ്ഞെടുത്ത ഏറ്റവും നല്ലത് നോക്കിയിട്ട് ഒരുമിച്ച് വെക്കാം. ഇവിടെ നമുക്ക് ഡൗട്ട് വരാനുള്ള കാര്യം വെച്ചാല് ഇത് പോർട്ട്ഫോളിയോ ഓരോ കുട്ടിയും ചെയ്യുന്നതാണ്. മികച്ച പ്രകടനങ്ങളുടെ തെരഞ്ഞെടുത്ത ശേഖരത്തെയാണ്. അതായത് ഏറ്റവും നല്ലതിനെ നോക്കി അതിനകത്തോട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കും. അപ്പൊ ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ കയ്യിൽ ഒത്തിരി നല്ല വർക്കുകൾ, അവൻ ചെയ്ത ഏറ്റവും നല്ല വർക്കുകൾ ഒരു കൂട്ടം തന്നെ അവന്റെ കയ്യിൽ ഉണ്ടാവും. അതിനെ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ള ഈ സഞ്ചിത രേഖയും ക്യുമുലേറ്റീവ് റെക്കോർഡ്, അതുപോലെ ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ്. അതെന്താണെന്ന് വെച്ചാല് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും അതാണ് ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അധ്യാപകൻ എഴുതി വെക്കുന്നതാണ് സഞ്ചിത രേഖ. ഓക്കെ, അധ്യാപകനാണ് അവിടെ എഴുതി വെക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കാന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഒരു വർഷം പഠിപ്പിച്ചു. അപ്പൊ ആ കുട്ടികളാണല്ലോ പിന്നെ രണ്ടാമത്തെ ക്ലാസ്സിലാവുക. അപ്പൊ അവരെ പറ്റിയിട്ട് ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ആ കുട്ടിയുടെ പഠന നിലവാരം, ആ കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ, ആ കുട്ടിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത്, ആ കുട്ടിയുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ, എന്തെങ്കിലും പിന്നോക്ക അവസ്ഥയാണോ, അതെല്ലാം എഴുതി വെക്കാം. എന്നിട്ട് ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വേറെ സ്കൂളിൽ പോയി. അപ്പൊ പുതിയൊരു അധ്യാപകൻ വരുമ്പോ ഈ അധ്യാപകൻ ഈ സഞ്ചിത രേഖ എടുത്ത് നോക്കിയാൽ ആ കുട്ടീനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കിട്ടും. ഓക്കെ, അതിനാണ് ഈ സഞ്ചിത രേഖ. അത് അധ്യാപകൻ ചെയ്യുന്ന കാര്യമാണ്. മറ്റേ പോർട്ട്ഫോളിയോ ഓരോ കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അധ്യാപകനെ കറക്റ്റ് ചെയ്യാനുള്ള ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ സഞ്ചിത രേഖയുടെ അകത്ത് അക്യുമുലേറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാനാണ്. അതായത് ആ കുട്ടീനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അതെല്ലാം അതിനകത്ത് കാണും. അതിന്റെ കുറച്ചുകൂടെ ഒരു ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ കാര്യശേഷി, കുട്ടിയുടെ മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക അവബോധം, അങ്ങനെ എന്തും മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യത, അങ്ങനെ അധ്യാപകന് തോന്നുന്ന എന്തും അതിനകത്ത് എഴുതി വെക്കാം. അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതുപോലത്തെ വേറൊരു സാധനമാണ് ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് വെച്ചാൽ. അത് വേറൊന്നുമല്ല. ഇപ്പൊ ഒരു കുട്ടി, നമ്മളിപ്പോ ക്ലാസ്സിലൊരു കുട്ടി, എന്റെ ക്ലാസ്സിലൊരു കുട്ടി, 2ാം ക്ലാസ്സിലൊരു കുട്ടി, ആ കുട്ടി ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനായ കുട്ടീനെ സഹായിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ചോ. അപ്പൊ ആ കുട്ടിയുടെ ഒരു ഇമോഷണൽ ഇന്റലിജൻസിനാണ് സൂചിപ്പിക്കുന്നത്. തന്റെ കൂടെ ഉള്ള ഒരാളിനെ ചേർത്ത് നിർത്തേണ്ട ആവശ്യകത ഉണ്ടെന്ന് അവന് തോന്നുവാണ്. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവനറിയാം. അത് എഴുതി വെക്കുക നമ്മൾ. അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയിൽ ഉണ്ടാവുന്ന അവിചാരിതമായ പ്രതികരണങ്ങൾ, ചില പ്രത്യേക സംസാരങ്ങൾ, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം എന്തോ ആവാം, അതിനായി ചില സവിശേഷ സംഭവങ്ങൾ, അത് മാത്രം എഴുതി വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ. അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അതിന് ചില പ്രത്യേക പ്രതികരണങ്ങളും ചില പ്രത്യേക സംഭവങ്ങളും മാത്രം എഴുതി വെക്കുകയാണെങ്കിൽ അതിനെ ഉപാഖ്യാന രേഖ എന്ന് വിളിക്കും. ഇത് ആരാ എഴുതുന്നത്? അധ്യാപകനാണ് എഴുതുന്നത്. ഇത് അധ്യാപകൻ മറ്റൊരു അധ്യാപകന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്, സ്കൂളിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന രേഖയാണ്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന രേഖയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത് അധ്യാപകൻ എഴുതുന്ന രേഖയല്ല. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ എന്തായത്? പോർട്ട്ഫോളിയോ ആയിട്ട്. കുട്ടികളുടെ മികച്ച പ്രകടനങ്ങളുടെ ശേഖരമാണ്. കുട്ടികളുടെ പ്രകടനങ്ങളുടെ ശേഖരം, അത് പോർട്ട്ഫോളിയോ ആണ്. മനസ്സിലാൻ വിചാരിക്കുന്നത്. ഒത്തിരി പേര് ഡൗട്ട്, റെപ്രസെന്റ് സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ്, അക്കംപ്ലിഷ്മെന്റ്സ്, അച്ചീവ്മെന്റ്സ് ഓഫ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ 1-2 വർഷം ചെയ്യാറില്ല, ഓരോ വർഷം ഉള്ളത്. അത് എല്ലാ വിഷയങ്ങളും കൂടെ ഒരുമിച്ചാണ് ഇപ്പൊ ചെയ്യുന്നത്. മുമ്പ് ഓരോ വിഷയം ഓരോന്ന് അങ്ങനെ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് വേഗത്തിൽ പോവാണ്, 12 ആയതേ ഉള്ളൂ. ഓക്കെ, ക്ലാസ്സിൽ ഇടയ്ക്കിടെ അസാധാരണ ചോദ്യങ്ങൾ ചോദിക്കുകയും പഠന പ്രശ്നങ്ങൾ പുതിയ രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ ഏത് ഗണത്തിൽ ഉൾപ്പെടുത്താം? സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. താഴ്ന്ന പഠന നേട്ടമുള്ളവനാണോ? അല്ല. ഉയർന്ന പഠന നേട്ടമുള്ളവനാണോ? ആയി.
അത് ഓക്കെയാണ്. സർഗാത്മകതയുള്ളവനാണോ? അതും ആയിരിക്കാം. ഭൗതിക പിന്നോക്കാവസ്ഥ ഉള്ളവന് അങ്ങനെ പറ്റത്തില്ല. അപ്പൊ എയും ഡിയും അല്ല. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ക്ലാസ്സിൽ ഇടയ്ക്കിടെ അസാധാരണമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അത് ഉള്ളവനും ചോദിക്കും, ഉയർന്ന പഠന നേട്ടവനും ചോദിക്കും. ഓക്കെ. പഠന പ്രശ്നങ്ങൾ പുതിയ രീതിയിൽ പരിഹരിക്കുന്നു. അത് പക്ഷേ ഉയർന്ന പഠന നേട്ടമുള്ളവൻ എപ്പോഴും എല്ലായ്പ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവന് ചില പ്രത്യേക മാർഗങ്ങളിലൂടെ ഈ ആൻസറിലോട്ട് എത്തണമെന്ന് അവന് അറിയാമായിരിക്കും. എന്നാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളിന് മാത്രമാണ് എന്ത് ചില കുറുക്ക് വഴികളിലൂടെ അല്ലെങ്കിൽ ചില പ്രത്യേക ചിന്തയിലൂടെ അതിലോട്ട് ആൻസറിലോട്ട് എത്താൻ. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കാനൊക്കെ ചെന്നാൽ അറിയാൻ പറ്റും, നമ്മളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കും, പക്ഷെ അതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മൾ തീർത്തും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ആൻസറുകൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അതിനർത്ഥം ഹി ഓർ ഷീ ഇസ് ക്രിയേറ്റീവ് എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു ആൻസർ വരാൻ പറ്റുന്നത് പഠന നേട്ടമുള്ള അദ്ദേഹം ക്രിയേറ്റീവും കൂടെ ആയിരുന്നാലാണ് ഈ ക്വസ്റ്റ്യന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റായി വരുന്ന ഒരു കുട്ടിയാവാൻ പറ്റുക. അപ്പൊ അതിൽ ആൻസർ വരിക സർഗാത്മകതയുള്ളവൻ എന്നായിരിക്കും. കുറെ പേര് ഹൈ അച്ചീവർ എന്ന് എഴുതിയിട്ടുണ്ടാവും, എന്നാലും ക്രിയേറ്റീവ് എന്നുള്ളതാണ് കൂടുതൽ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. 13. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തിനെ സെൽഫ് എസ്റ്റീം ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പലരും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ വീണ്ടും നോക്കിയിട്ട് പിന്നെ ഈ കുറവ് എന്നുള്ളത് മറന്നു പോയിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് ആൻസർ എഴുതിയിട്ടുണ്ട്, ചിലരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻ വായിച്ചിട്ട് രണ്ടാമത് വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കുക. ഓക്കെ. ആത്മാഭിമാനത്തിന് ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത്? അധ്യാപികയുടെ അംഗീകാരം സ്വാധീനിക്കും, അത് നമുക്കറിയാം. കൂട്ടുകാരുടെ സ്വാധീനം ഉറപ്പായിട്ട് സ്വാധീനമുണ്ട്. രക്ഷകർത്തൃ രീതികൾ ഉറപ്പായിട്ട് പാരന്റിങ്ങിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സ്കൂളുകളിൽ പോയാൽ അറിയാം, പല കുട്ടികളും അധ്യാപകരോട് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ ഇറസ്പെക്റ്റീവ് ആയിട്ട് പിന്നെ ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന കുട്ടികളുണ്ട്. എന്നാൽ അവര് വീട്ടിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ഒക്കെ ഇരിക്കും. അപ്പൊ കുട്ടികൾ പൊതുവെ രക്ഷകർത്താക്കൾ വിചാരിക്കും എന്റെ കുട്ടി ഇങ്ങനെ അല്ലല്ലോ. ക്ലാസ്സിൽ ഇപ്പൊ നമ്മള് പാരന്റ്സിനോട് പറയുവാണ് കുട്ടി ക്ലാസ് ഭയങ്കര ബഹളമാണ്, അത് അംഗീകരിച്ചത്. പാരന്റിങ് സ്റ്റൈലിന് അതിലൊരു വലിയ ഇതുണ്ട്. അതുപോലെ സാമൂഹിക സാമ്പത്തിക നിലവാരം, ഒരു കുട്ടി സാമൂഹികമായി ഏത് നിലവാരത്തിലാണ്, പിന്നോക്കാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും, അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വളരെ ബാധിക്കും കുട്ടീനെ. ഇവിടെ ചോദിച്ചത് ആത്മാഭിമാനത്തിനെ ബാധിക്കുന്ന കാര്യം, സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്നതിൽ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ്. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് അത് അറിയില്ല. മാതാപിതാക്കൾക്ക് അറിയാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ, പക്ഷെ കുട്ടിക്ക് ഒരു യുപിയിലെങ്കിലൊക്കെ എത്തുമ്പോഴേ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്ക് ഇങ്ങനെ ചില ഭാഗങ്ങളിൽ നിന്ന് ഞാൻ ഇന്ന ജാതിപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കോളനികളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഭയങ്കര അപകർഷത ബോധമുണ്ട്. കാരണം മറ്റു കുട്ടികളിൽ നിന്ന് അവരുടെ അവർക്കൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്ട് കിട്ടുന്ന രീതിയിൽ, അതായത് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ചില പ്രത്യേക വാക്കുകൾ ഒരു ഉപയോഗിക്കുന്ന സമയത്തൊക്കെ അവർക്ക് പിന്നോക്കമായിട്ട് അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് യുപിയിലൊക്കെ എത്തുമ്പോഴേ ആ കുട്ടികൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സാമൂഹിക സാമ്പത്തിക നിലവാരം എന്ന് എഴുതാം, കുട്ടികളുടെ കാര്യമായതുകൊണ്ട്. ബാക്കി മൂന്നും കുറച്ച് കൂടുതൽ, അതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇതും ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 14. അവനവനെ അറിയുക എന്ന ആശയം ബഹുമുഖ ബുദ്ധിയുടെ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്, ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യൽ ഇന്റലിജൻസ്. ഇതിനകത്ത് വേറെ ആലോചിക്കാനൊന്നുമില്ല. സ്വന്തം എന്നുള്ള വാക്ക് ഏതാണെന്ന് മാത്രം നോക്കി, ഇന്റർ ആണോ ഇൻട്രയാണോ ഇത് മാത്രം നോക്കിയാൽ മതി. ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇൻട്രാപേഴ്സണൽ. സ്വയം ഉള്ളിലേക്ക് നോക്കുക. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്കാണ് സ്വയം അറിയുക, അതായത് എന്റെ കുറവുകൾ എന്തൊക്കെയാണ്, എന്റെ ശരികൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ഭാഗങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്, എന്റെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഇതൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാര് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറയുന്ന സമയത്ത് ഹവാർഡ് ഗാർഡനറിനെ ഓർമ്മിച്ചു വെക്കണം. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്ന കാര്യത്തിന് ബഹുമുഖങ്ങളുണ്ട്, പല രീതികളുണ്ട്. ചില ആൾക്കാർ ചില മേഖലയിൽ കൂടുതൽ ബുദ്ധി ഉണ്ടാവും, ചിലർ താഴോട്ട് പോകും. അങ്ങനെ 9 തരം സവിശേഷ ബുദ്ധികളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഓരോന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാരീരിക ചലനപരമായ ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ഭാഷാപരമായ ബുദ്ധി, യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി,
ദൃശ്യ സ്ഥലപര ബുദ്ധി, സംഗീതാത്മകവും താളാത്മകവുമായ ബുദ്ധി. അങ്ങനെ എല്ലാം നമ്മൾ കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതിന് നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം കേട്ടോ അതിനകത്തുനിന്ന്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 15. കുട്ടിയുടെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് വൈഗോട്സ്കിയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്. വൈഗോട്സ്കി ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം വെച്ചാൽ ചെറിയ പ്രായത്തിൽ കുട്ടി ഭാഷയും വികാസവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ കുട്ടി കുറച്ച് പ്രായം എത്തുന്ന സമയത്ത് ഇത് തമ്മിൽ ഒരുമിച്ച് പോവും. ഭാഷ ഉപയോഗിച്ച് കുട്ടി എന്താണ് കാര്യങ്ങളെ എന്താണ് പറയും, അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ നമ്മൾ തിയറി നോക്കുന്ന സമയത്ത് ഇപ്പൊ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഞാൻ ആദ്യം പറയാം. 1.5 വയസ്സിന് ശേഷം കുട്ടിയുടെ ഭാഷാ വികാസവും ചിന്താ വികാസവും ഒന്നിക്കുകയും കുട്ടി ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പല സ്ഥലത്ത് നോക്കുമ്പോൾ ഈ 1.5 വയസ്സെന്നുള്ളത് 2 വയസ്സെന്നും 1 വയസ്സെന്നും 3 വയസ്സും എന്നൊക്കെ കാണാറുണ്ട്. വൈഗോട്സ്കി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ ആശയക്കുറവ് ഉണ്ട്, ഒരു ഡൗട്ട് ഉണ്ട്, ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ആൻസർ എ ആണ്. അത് പലതരത്തില് മേ ബി ചലഞ്ചിങ് ആവാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലിപ്പം ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് ഒരിടത്ത് 3 വയസ്സ് എന്നവരൊക്കെ കാണാറുണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാതെ, ഞാൻ പറഞ്ഞില്ല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകരാകാൻ പോകുന്ന ആൾക്കാർക്ക് മിനിമം ഒരു അവയർനെസ് ഉണ്ടാവണം, ഒരു ബോധം ഉണ്ടാവണം എന്നതിനനുസരിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് കൂടുതൽ പഠിക്കാനൊന്നും കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്കൊരു ബോധം ഉണ്ടാവണം, എന്താണ് കാര്യം എന്താണെന്നൊരു ബോധം ഉണ്ടാവണം, മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പഠന വൈകല്യമുള്ള കുട്ടിക്ക് താഴെ പറയുന്നവയിൽ ഏത് സവിശേഷതയാണ് ഇല്ലാത്തതാണ്? വായനയിലും എഴുത്തിലുമുള്ള വൈകല്യം. അപ്പൊ ഒരു കുട്ടിക്ക് വായനാ വൈകല്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ വായനയിൽ പിറകിലോട്ടായിരിക്കും. എഴുത്തില് അക്ഷരങ്ങളിൽ എഴുതാൻ അല്ലെങ്കിൽ അക്ഷരങ്ങൾ തലതിരിച്ച് എഴുതുക അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതും പഠന വൈകല്യത്തിലൊരു ഭാഗമാണ്. അക്കങ്ങൾ കൈകാര്യം, നമ്മൾ പറഞ്ഞിട്ട് ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞൊരു പഠന വൈകല്യം തന്നെ ഉണ്ട്. കുട്ടിക്ക് മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റാതിരിക്കുക, ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പിന്നെ ചില വിഷയങ്ങളിൽ താഴ്ന്ന പഠനം നേടാതെ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പഠന വൈകല്യം എന്ന് പറഞ്ഞാൽ അതാണ്. ചില വിഷയങ്ങളിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റു കുട്ടികളോടൊപ്പം എത്താൻ പറ്റുന്നില്ല. താഴ്ന്ന ഭൗതിക നിലവാരം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരാൾക്ക് പഠന വൈകല്യം ഉണ്ട് എന്ന് കരുതി അയാൾ ഭൗതികമായി താഴ്ന്ന നിലവാരത്തിലാണ്, അയാൾക്ക് ബുദ്ധിയില്ല അല്ലെങ്കിൽ വിവരമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ എന്നുവെച്ചാൽ ആ ബോധം നിങ്ങൾക്കുണ്ടോ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പഠന വൈകല്യമുള്ള കുട്ടികൾ എല്ലാവരും ഭൗതികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയിലുള്ള ആൾക്കാരല്ല, താഴ്ന്ന ഭൗതിക നിലവാരമുള്ള ആൾക്കാരല്ല എന്ന് പറയാൻ അത് മനസ്സിലാക്കണം നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ സ്പീഡിൽ പോവാണേ. ശരിയായ രീതിയിൽ ചേർത്ത് വെച്ചത് തിരഞ്ഞെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഒരുവിധം നമ്മളെല്ലാം ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ രീതി തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. ശ്രമപരാജയ രീതി EL തോണ്ടയിൽ. ഞാൻ ക്ലാസ്സിന് മുമ്പ് നടന്ന നമ്മുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രമപരാജയ രീതി, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കണ്ട പിന്നെ നമുക്ക് വേറെ ആലോചിക്കാനൊന്നും സമയം കളയരുത്, EL തോണ്ടേസ് ആണ് എന്നുള്ളത്. പിന്നെ ഉള്ളത് ഇപ്പൊ ബാക്കി 3 തെറ്റാണെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ അത് നമുക്കൊന്നുകൂടെ സിദ്ധാന്തം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേറൊരു പേര് അനുകരണ പഠന സിദ്ധാന്തം എന്നാണ്. ആൽബർട്ട് ബന്ദൂരയാണ് അതിന്റെ ആള്. മറ്റേ ബോബോ പരീക്ഷണമൊക്കെ ഇല്ലേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രക്രിയാനുബന്ധന പഠനം വെച്ചാൽ ഇൻസ്ട്രുമെന്റൽ ലേണിംഗ് എന്ന് വിളിക്കുക. നമ്മൾ ഈ കണ്ടീഷനിൽ നമ്മൾ പറയുകയാണ്, നിങ്ങൾ എന്ത് ആൻസർ പറയുന്ന സമയത്ത് കൈ പൊക്കിയിട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പൊക്കി എഴുന്നേറ്റ് നിന്നിട്ടാണ് ആൻസർ പറയുക. അപ്പൊ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യും, എല്ലാവരുടെ മുമ്പിൽ വെച്ച് ക്ലാപ്പ് ചെയ്യുക, എല്ലാവരും കൂടെ ഒരുമിച്ച് ക്ലാപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ കുട്ടിയെ മുട്ടായി എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഇൻസ്ട്രുമെന്റൽ ലേണിംഗ് അല്ലെങ്കിൽ പ്രക്രിയാനുബന്ധന പഠനം എന്ന് വിളിക്കുക. അതിന്റെ ആൾ BF സ്കിന്നർ ആണ്. ഇത് തന്നെ വീണ്ടും ചോദിക്കാം കേട്ടോ. അതിന് അർത്ഥപൂർണമായ ഗ്രഹണ പഠനം അഥവാ മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് എന്നുള്ളത് ആരുടെയാണ്? ഡേവിഡ് M. ഓസ്ബെലിന്റെതാണ്. അപ്പൊ അത് 3ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷനിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ശ്രമപരാജയ പഠനം EL തോണ്ടേക്ക്. ഓക്കെ, ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഇനി 18ാമത്തത്, താഴെ പറയുന്നവയിൽ ജെറോം എസ് ബ്രൂണറിന്റെ സംഭാവന ഏത്? ബ്രൂണറിന്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതും വളരെ എളുപ്പമുള്ള, അത് നമുക്ക് കിട്ടണം, ആൻസർ കിട്ടണം എന്ന രീതിയിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണ്. അത്രയും ബുദ്ധിമുട്ടുള്ളത് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാമായിരുന്നു. ബ്രൂണറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കണ്ടെത്തൽ പഠനത്തിന്റെ, ഡിസ്കവറി ലേണിംഗിന്റെ വക്താവാണ് ജെറോം എസ് ബ്രൂണർ. പിന്നെ ഇൻസൈറ്റ് ലേണിംഗ് എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരാളുടെ വക്താവിനെ നമ്മൾ പറയാറില്ല. പിന്നെ ഒബ്സർവേഷൻ ലേണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒബ്സർവേഷൻ ലേണിംഗിന്റെ കാര്യം. അതുപോലെ ശ്രമപരാജയ പഠനം തൊണ്ടയ്ക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. 19, വ്യക്തികളിലെ മനോസാമൂഹ്യ വികാസം സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെയല്ല, മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിന്റെ വക്താവ് ആര് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. അതേ കാര്യം തന്നെ, പക്ഷെ ഒന്ന് കറങ്ങി നോക്കി പിടിച്ചെന്നേ ഉള്ളൂ. വ്യക്തികളിലെ മനോസാമൂഹ്യ വികാസം അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത് ആര്? അപ്പൊ അത് കണ്ടുപിടിച്ച ആരെന്ന് തന്നെയാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സൈക്കോ സോഷ്യൽ ലേണിംഗ് തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറിക് എച്ച് എറിക്സൺ ആണ് അതിന്റെ ആള് എന്ന്. എറിക് എച്ച് എറിക്സൺ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല്, ഒരാളില്, ഒരു വ്യക്തിയില്, കുട്ടി മുതൽ മനോസാമൂഹികമായിട്ടുള്ള വികാസം, സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് 8 ഘട്ടങ്ങളിലൂടെയാണ്. ഈ 8 ഘട്ടങ്ങൾക്കും ഓരോ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവള് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ഘട്ടങ്ങൾ ഓരോന്നും ഇതൊക്കെയാണ്: വിശ്വാസം, അവിശ്വാസം, അത് ജനനം ടു 1.5 വയസ്സ്, സ്വാശ്രയത, ജാള്യതയും സംശയവും 1.5 to 3 വയസ്സ്, മുൻകൈ എടുക്കൽ കുറ്റബോധം 3 to 6 വയസ്സ്, ഊർജ്ജസ്വലത അപകർഷതം 6 to 12 വയസ്സ്, സ്വാവബോധം റോൾ സംശയങ്ങൾ 12 to 18 വയസ്സ്, അല്ലെങ്കിൽ കൗമാരപ്രായം എന്ന് പറയാം. ആഴത്തിലുള്ള അടുപ്പം വിസസ് ഒറ്റപ്പെടൽ, അത് 18 to 35 വയസ്സ്, യൗവനം എന്ന് വിളിക്കാം. സൃഷ്ടി വിസസ് മുരടിപ്പ് 35 to 60 വയസ്സ്, മധ്യവയസ്സ് എന്ന് വിളിക്കാം. അതിൽ മനസ്സന്തുലനം വിസസ് തളർച്ച 60 വയസ്സിന് മുകളിൽ, വാർദ്ധക്യമുള്ള ആൾക്കാരിൽ കാണുന്നത് ഈ പ്രത്യേകതകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സൈക്കോ സോഷ്യൽ ലേണിംഗ് തിയറി, എറിക്സൺ ആണത് പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ. 20, സാമൂഹ്യ മിതിയുമായി ബന്ധമില്ലാത്ത ആശയം ഏതാണ്? ഇത് ആൻസർ വന്നപ്പോഴും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടില്ല, പകരം ആൻസർ സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചോദിച്ചത് സോഷ്യോമെട്രി. നമ്മളൊരു ക്ലാസ് ഇരിക്കുന്ന സമയത്ത് 20 കുട്ടികളുണ്ട്. ആ ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലുള്ള കണക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് അധ്യാപകർ നടത്തുന്ന ഒരു ചിത്രീകരണമാണ് സോഷ്യോമെട്രി എന്നുള്ളത്. ആ സോഷ്യോമെട്രി അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സോഷ്യോമെട്രിക് ടെക്നിക്ക് എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാണ്, നമ്മളൊരു സ്ഥലത്തോട്ട് ടൂർ പോവാണ്. അപ്പൊ ടൂർ പോകുന്ന സമയത്ത് 2 പേരുള്ള 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് നമ്മുടെ ബസ്സിലുള്ളത്. അപ്പൊ നിന്റെ കൂടെ സീറ്റില് ഈ ക്ലാസ്സിലെ ഒരാളുടെ പേരും കൂടെ സെലക്ട് ചെയ്യാൻ പറയാം. നിന്റെ അടുത്ത് ആരിക്കണം എന്ന് സെലക്ട് ചെയ്യാൻ പറയാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കോളം ഒക്കെ വരച്ചിട്ട് ആരാരെ സെലക്ട് ചെയ്തു എന്നുള്ളത് ഇങ്ങനെ അടയാളപ്പെടുത്താം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾ ഒരാളിനെ സെലക്ട് ചെയ്യുക, അതായത് ക്ലാസ്സിൽ മൊത്തത്തിലൊരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളുണ്ടാവും പൊതുവെ, അയാളിനെ നമ്മൾ സ്റ്റാർ എന്ന് വിളിക്കും. ഓക്കെ. ചില കുട്ടികൾ നോക്കിയാല് ഒരു കുട്ടി മറ്റേ കുട്ടിയെയും ആ കുട്ടി തിരിച്ചും, അതായത് ക്ലാസ്സിൽ 2 പേര് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, അവർ മറ്റുള്ളവരായിട്ട് വലിയ ബന്ധം കാണിക്കില്ല, ഇവർ 2 പേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. ഇതിനെ നമ്മൾ ക്ലിക്കുകളെന്ന് വിളിക്കും. എന്നാൽ ഇതല്ലാണ്ട് ക്ലാസ്സിൽ നോക്കിയാല് ഒരു 6-7 കുട്ടികൾ പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് നമ്മൾ ഗ്യാങ്ങുകൾ എന്ന് വിളിക്കും, ഗ്യാങ്ങുകൾ. പിന്നെ നോക്കിയാല് ആരെയും നിർദ്ദേശിക്കും, ഇപ്പൊ ഇങ്ങനെ പറയാണ്, ആരെങ്കിലും സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ആരെയും വേണ്ട എന്ന് പറയുന്ന കുട്ടികളുണ്ടാവും. ആരും നിർദ്ദേശിക്കപ്പെടാതെ, അതായത് ഒരു കുട്ടികളും ഇപ്പം 20 കുട്ടികളിൽ ഈ 19 കുട്ടികളും ഈ 20ാമത്തെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചോ, അങ്ങനെ, അതായത് ആർക്കും അയാളുടെ കൂടെ ഇരിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല, അങ്ങനെ ഒറ്റപ്പെട്ട കുട്ടികളും ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഐസൊലേറ്റുകൾ എന്ന് വിളിക്കും. അപ്പൊ ഇതിന് നമ്മൾ ചിത്രീകരിച്ചാൽ നമ്മളൊരു പടം പോലെ ആക്കിയാല് ചിത്രീകരിച്ചാല് അതിന് വിളിക്കുന്ന പേരാണ് സോഷ്യോമെട്രി. അപ്പൊ ഇവിടെ ചോദിച്ചത് സോഷ്യോമെട്രിയുമായി ബന്ധമില്ലാത്തതെന്നാണ്. പക്ഷെ സ്റ്റാറുകളും ക്ലിക്കുകളും ഗ്യാങ്ങുകളും ഐസൊലേറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാനാണ് സാധ്യത. ആൻസർ വന്നപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വന്നത്, ഇപ്പൊ വന്നപ്പോ പ്രൊഫഷണൽ വന്നപ്പോ. 21ാം ക്വസ്റ്റ്യനെ, പഠനത്തിന് കുട്ടികളെ മാനസികമായി സജ്ജരാക്കുക എന്നത് അധ്യാപികയെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഉദാഹരണങ്ങൾ, മുന്നറിവ് ചോദ്യങ്ങൾ, അനൗപചാരികമായ സംഭാഷണങ്ങൾ തുടങ്ങിയ സജ്ജീകരണ പ്രവർത്തനങ്ങൾക്കായി അധ്യാപകർ പ്രയോജനപ്പെടുത്തുന്നു.
ഇവിടെ അധ്യാപിക ആരുടെ സിദ്ധാന്തമാണ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പോലെ ചുമ്മാ അങ്ങ് ചെന്ന ഉടനെ അങ്ങ് എല്ലാം പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അതിന് പകരം നമ്മൾ തലേ ദിവസം എന്ത് TM തയ്യാറാക്കി ടീച്ചിങ് മാനുവൽ എഴുതിയിട്ടാണ് ക്ലാസ്സിൽ പോവുക. അപ്പൊ നമ്മൾ ഇങ്ങനെ TM എഴുതുന്ന സമയത്ത് ആലോചിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്. ഈ കുട്ടിക്ക് ഈ കാര്യം അറിയത്തില്ലെങ്കിൽ, അത് പുതിയൊരു കാര്യമാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ആ കുട്ടിയുടെ മുന്നറിവ് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ മുമ്പ് ഇപ്പൊ നമ്മളൊരു ബസ്സിന്റെ എന്തെങ്കിലും ഭാഗങ്ങളെ പറ്റി പഠിപ്പിക്കാന്ന് വെച്ചാൽ അപ്പൊ ബസ്സിനെ പോലുള്ള കാറ് കണ്ടിട്ടുണ്ടോ, ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ടോ, ഇതിന്റെയൊക്കെ പേരെന്താണ്, ഇങ്ങനെയുള്ള ചില ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, മുന്നറിവ് പരിശോധിക്കും. അല്ലെങ്കിൽ ചില അനൗപചാരികമായിട്ടുള്ള സംഭാഷണങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ചുമ്മാ സംസാരിക്കത്തില്ല, വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കും, അങ്ങനെ സംസാരങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ചിത്രം കാണിക്കേണ്ടി വരും, വീഡിയോ കാണിക്കേണ്ടി വരും, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ ആ പാഠഭാഗത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് എന്താണ്? കുട്ടീനെ സന്നദ്ധമാക്കുക എന്ന് പറയും. കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി, ഒരു പുതിയ കാര്യം പഠിപ്പിക്കാൻ സന്നദ്ധമാക്കുക. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു തിയറി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ തിയറിയുടെ പേര് ക്വസ്റ്റനിൽ കൊടുത്തിട്ടില്ല. അത് ആരുടെ തിയറിക്ക് അനുസരിച്ചിട്ടാണ് അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കുറച്ച് ട്രിക്കി, നേരത്തെ പറഞ്ഞ പോലെ സെയിം ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ഒന്ന് വളഞ്ഞു തിരിച്ച് മൂക്കി പിടിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അത് നമ്മുടെ തോണ്ടേക്ക് പറഞ്ഞിട്ടുള്ള തിയറിയാണ്. അതായത് തോണ്ടേക്ക് പറഞ്ഞിട്ടുള്ളത് പഠനം നടക്കുന്നത് പ്രധാനമായിട്ടും 3 രീതിയിലാണ്. പ്രാഥമിക, അദ്ദേഹത്തെ പറഞ്ഞ നിയമങ്ങളെ, പഠനം നടക്കുന്ന നിയമങ്ങളെ നമ്മൾ പ്രാഥമിക പഠന നിയമങ്ങൾ എന്ന് വിളിച്ചു. പ്രാഥമിക പഠന നിയമത്രയങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ, ട്രിലജി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കും. ഒന്ന് സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്, അതുപോലെ ആവർത്തന നിയമം, ലോ ഓഫ് എക്സസൈസ്, ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്. അതിൽ ആദ്യത്തെ നിയമമാണ് ലോ ഓഫ് റെഡിനെസ്. അതായത് ഒരു കുട്ടീനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി സന്നദ്ധമാക്കി കൊണ്ടുവരണം. ആ സന്നദ്ധത ആക്കാതിരുന്ന കുട്ടിക്ക് പഠിക്കുന്ന സമയത്ത് മടുപ്പ് തോന്നും. ഇത് സന്നദ്ധമായിരിക്കുന്ന കുട്ടീനെ പഠിപ്പിക്കാതിരുന്നാലും ആ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിയറിയുടെ പേര് ഓർമ്മ വന്നാലേ നമുക്ക് തോണ്ടേക്കിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, തിയറിയുടെ പേര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ സത്യത്തിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. 22. ഡേവിഡ് മെക്ലാന്റെ മുഖ്യ പഠന വിഷയം എന്തായിരുന്നു? ഇതിനകത്തുനിന്നും നമുക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ തിയറിന്റെ പേര് അറിയാവുന്ന ആളിന് ആൻസർ കിട്ടും. ഓക്കെ, തിയറിയുടെ പേര് തന്നെയാണത്. നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് എന്താണ്, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി ഓഫ് ഡേവിഡ് മെക്ലാൻഡ് എന്നാണ് പഠിക്കുക. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി, ഡേവിഡ് മെക്ലാൻഡ് പഠന നേട്ട അഭിപ്രേരണ തിയറി എന്നാണ് നമ്മൾ പഠിക്കുക. തിയറി ഓഫ് മോട്ടിവേഷൻ എന്നാണ് നമുക്ക് പഠിക്കാം. തിയറി ഓഫ് നീഡ്സ് ഉണ്ട്, അത് വേറൊരാളുടെയാണ്. തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെക്ലാൻഡ് തിയറി പഠിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെക്ലാൻ പറയുന്നത് ഒരാളുടെ മോട്ടിവേഷൻ സംഭവിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. ആ കുട്ടിക്ക് അച്ചീവ്മെന്റ് വേണം, പവർ വേണം, അഫിലിയേഷൻ വേണം. ഈ കാര്യങ്ങൾക്ക് ഇപ്പൊ എനിക്കൊരു കാര്യം ഇപ്പൊ കേട്ടിട്ട് നേടണം, അത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇതില് ജോയിൻ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സമയം എടുത്ത് പഠിക്കുന്നത്. അപ്പൊ അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ വരുന്നത്. ഓക്കെ, അത് അച്ചീവ്മെന്റ് നേടിയെടുക്കണമെന്നുള്ള അതിനനുസരിച്ച് നിങ്ങൾ ആ മോട്ടിവേഷൻ തോന്നുകയും നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അതുപോലെ പവർ വേണം, എന്റെ കയ്യിൽ അധികാരം വേണം, അതും ഒരു മോട്ടിവേഷൻ ആണ്. അതുപോലെ അഫിലിയേഷൻ, എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കണം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായാലും അവർക്കും മോട്ടിവേഷൻ ഉണ്ടാവാം. അത് ഡേവിഡ് മെക്ലാന്റെ തിയറിയാണ്. അതിന്റെ തിയറിയുടെ പേര് മാത്രമാണ് ചോദിച്ചത്. സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മറവിക്ക് കാരണമല്ലാത്ത ഘടകം ഏത്? അപ്പൊ മറവിക്ക് കാരണമല്ലാത്ത ഘടകം ഏതാണ്? മങ്ങൽ, ദമനം, ചങ്കിങ്, ഇടകലരൽ. ഇതും ഉള്ള ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഇത്രയൊക്കെ ചെറിയ ഡൗട്ടൊക്കെ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ചങ്കിങ് എന്നുള്ളതാണ്. അത് ചങ്കിങ് എന്നുള്ളത് നമ്മൾ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ നിമോണിക്സ്, അതിൽ എക്സസൈസ് ചെയ്താൽ ഒത്തിരി ഓർമ്മ ശ്രദ്ധയൊക്കെ നിലനിൽക്കുക, അത് റിഹേഴ്സ് ചെയ്യുക, ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് റിഹേഴ്സ് ചെയ്യുക. അതുപോലെ ചങ്കിങ്, നിമോണിക്സ്, റെപ്പറ്റീഷൻ, അക്രോണിംസ് ഉപയോഗിക്കുക, ലോക്കൈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള കുറെ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്തിനാ? ഓർമ്മ നിൽക്കാൻ. നിമോണിക്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താണ് റെയിൻബോയുടെ കളേഴ്സ് ഒക്കെ ഇല്ലേ, ഇപ്പൊ 7 കളേഴ്സ് അതിന്റെ ഓർഡറിൽ പഠിക്കാൻ നമ്മൾ ജിയോർന്ന് പഠിച്ചു കഴിയുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ റെഡ് ആണ് മുകളിൽ, അങ്ങനെ ആ കറക്റ്റ് ഓർഡർ നമുക്ക് കിട്ടും. അങ്ങനെ ചില വാക്കുകളുടെ ആദ്യാക്ഷരവും നമ്പേഴ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞാക്കി വെക്കുന്നതിനാണ് നമ്മൾ നിമോണിക്സ് എന്ന് വിളിക്കുക, ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. അക്രോണിംസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ കേട്ടിട്ട്
കേട്ടിട്ട് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അത് നമ്മൾ ചെറുതാക്കി ഒരു രൂപമാണ് അക്രോണിംസ്, അതിനാണ് അക്രോണിംസ് എന്നുള്ളത്. ഇപ്പൊ നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, അങ്ങനെ. പിന്നെ ലോക്കൈ എന്നുള്ളതും അതും നമ്മൾ ഈ തന്മാത്രയിലാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു മോഹൻലാലിന്റെ സിനിമ ഉണ്ടല്ലോ, പിന്നെ അദ്ദേഹത്തിന് മറ്റേ ഓർമ്മയൊക്കെ പോകുന്നത് സിനിമ ഉണ്ടല്ലോ, തന്മാത്രയാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് എനിക്ക് സീൻ ഓർമ്മയുണ്ട്, ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന തരത്തിൽ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഓരോ സ്ഥലത്തോട്ട് എങ്ങനെ പോകും. അപ്പോൾ അതായത് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കയറി എന്നിട്ട് ഇതിനെ തലതിരിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് പറയാൻ പറയും. അപ്പൊ ഇതിനെയാണ് ലോക്കൈ ടെക്നിക്ക് എന്ന് വിളിക്കാം. അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മെമ്മറിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചങ്കിങ്ങും അതിൽ വരുന്നൊരു മെത്തേഡാണ്. ചങ്കിച്ച് ഒരുപാട് കാര്യം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, മറവിക്ക് കാരണമല്ലാത്ത ഘടകം എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ചങ്കിങ് വരും അത്. ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ. മനു എന്ന 10 വയസ്സുകാരന്റെ മാനസികമായ വയസ്സ് 14. ഐക്യുവിന്റെ അടിസ്ഥാനത്തിൽ അവനെ തരംതിരിക്കാവുന്നത്. ഇതും ഇങ്ങനെ ചോദിക്കാമോ എന്ന് ചോദിച്ചാല് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ല, എന്നാലും നമുക്ക് പറയാം. നമ്മൾ ഈ എന്താണ് ഇങ്ങനെയുള്ള അതിന്റെ ആൻസർ ഡി ആണ്. പ്രതിഭ എന്നുള്ളതാണ്, ഗിഫ്റ്റഡ് അല്ലെങ്കിൽ ജീനിയസ് എന്നുള്ള ടൈപ്പിലാണ്. അത് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഐക്യുവിന്റെ ഡെഫിനേഷൻ അതിന്റെ ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. ഐക്യു കണ്ടെത്താൻ MA/CA × 100 ആണ് അതിന്റെ ഒരു ഫോർമുല. MA മെന്റൽ ഏജ് ഡിവൈഡ് ബൈ CA ക്രോണോളജിക്കൽ ഏജ്, അത് നമ്മുടെ സാധാരണ പ്രായം, × 100. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്, 10 വയസ്സുള്ള മനുവിന്റെ മാനസിക വയസ്സ് 14 അപ്പൊ 10 വയസ്സ് എന്നുള്ളത് CA ആണ്, MA ആണ് 14. അപ്പം ക്വസ്റ്റ്യൻ നമ്മളെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 14 ഡിവൈഡ് ബൈ 10 × 100, അപ്പൊ 140 ആൻസർ കിട്ടും. ഇവിടെ ചോദിച്ചത് ഈ 140 എന്ന് പറയുന്നത് ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ വെറുതെ ഗൂഗിളിൽ നോക്കിയാൽ മതി. IQ ടെസ്റ്റിന്റെ കാര്യം വരുമ്പോൾ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ, നമ്പേഴ്സിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോർമുലയിൽ ഇട്ട് ചെയ്യുന്ന സമയത്ത് 70 താഴെയാണ് മാർക്ക് കിട്ടുന്നതെങ്കിൽ, ടോട്ടൽ കിട്ടുന്നതെങ്കിൽ, അതായത് ആ കുട്ടി ഇന്റലക്ച്വലി ഡെഫിഷ്യന്റ് ആണ്. ഇപ്പൊ 70 79 ഇടയിലാണെങ്കിൽ ബോർഡർ ലൈൻ ഡെഫിഷ്യന്റ് ആണ്, 80 89 ഇടയിലാണ് ഡൾ ആണ്, 90 109 ഇടയിലാണ് നോർമൽ ആണ്, 110 119 ഇടയിലാണ് സുപ്പീരിയർ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടിയ 140 ആണ്. അപ്പൊ 140 ആണെങ്കിൽ 140 അതിൽ കൂടുതലാണെങ്കിൽ ജീനിയസ് ആണ്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ 140 ആൻസർ കിട്ടി. അപ്പൊ സോ ജീനിയസ് എന്നുള്ള ആൻസറിലോട്ട് കടന്നു. ഇതല്ലാണ്ട് ഇതേ സെയിം സാധനം തന്നെ ഇപ്പുറത്ത് നമുക്ക് വേറൊരു അഭിപ്രായം കാണാം. ഇതുപോലെ കണ്ടോ, 70 താഴെയാണെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്, 70 84 ഇടയിലാണെങ്കിൽ ബിലോ ആവറേജ് ആണ്, 85 114 ഇടയിലാണെങ്കിൽ ആവറേജ് ആണ്, ഈ 130 കൂടുതലാണെങ്കിൽ ഗിഫ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. ഇത് ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്നതാണ്. ഇതല്ലാണ്ട് ഇപ്പൊ 120 കൂടുതലാണെങ്കിൽ ഗിഫ്റ്റഡ് ആണ്, അതിൽ 150 60 ആയാലേ ഗിഫ്റ്റഡ് ആവുള്ളൂ. അങ്ങനെയുള്ള പല ആൾക്കാരുടെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഗൂഗിളിൽ വെറുതെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണോ എന്ന് ചോദിച്ചാൽ എന്താണ് കുറച്ച് പേരുടെ അഭിപ്രായം അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പൊതുവെ നമ്മൾ പറയാറുള്ളത് 140 130 കൂടുതലൊക്കെ ആണെങ്കിൽ, 120 കൂടുതലൊക്കെ ആണെങ്കിൽ ഗിഫ്റ്റഡ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ 25ാമത്തെ ക്വസ്റ്റ്യൻ. റാണിയുടെ മൂത്ത സഹോദരനാണ് വിനോദ്. വിനോദിന്റെ പിറന്നാൾ വളരെ വിപുലമായി ആഘോഷിക്കുകയും അവന് വില കൂടിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് പതിവാണ്. എന്നാൽ അവളുടെ പിറന്നാൾ, റാണിയുടെ പിറന്നാള് ബർത്ത്ഡേ വളരെ ശുഷ്കമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇവിടെ രക്ഷിതാക്കൾ പ്രകടമാക്കുന്നത് എന്ത്? അതായത് ആൺകുട്ടി ആയതുകൊണ്ട്, വിനോദ് ആൺകുട്ടി ആയതുകൊണ്ട് പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുകയും റാണിയുടെ പിറന്നാൾ വരുന്ന സമയത്ത് അത് ആഘോഷിക്കാതിരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ശുഷ്കമായിട്ട് പേരിന് ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ലിംഗ വിവേചനമാണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 26. ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകം ഏത്? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ ആൻസർ നോക്കിയാൽ മനസ്സിലാവും. ഗൃഹാന്തരീക്ഷം സ്വാധീനിക്കും, സ്കൂൾ അന്തരീക്ഷം സ്വാധീനിക്കും, പാരമ്പര്യം സ്വാധീനിക്കും, സാമൂഹിക സാമ്പത്തിക അവസ്ഥ സ്വാധീനിക്കും. 4 സ്വാധീനിക്കുമെങ്കിലും
ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഏത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിർണായക ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ സി പാരമ്പര്യമാണ്. ബാക്കി മൂന്നും പര്യാവരണമാണ്, ചുറ്റുപാടാണ്. ഗൃഹാന്തരീക്ഷമായാലും സ്കൂൾ അന്തരീക്ഷമായാലും സാമൂഹിക സാമ്പത്തിക നിലവാരം ചുറ്റുപാടാണ്. എന്നാൽ ഹെറിഡിറ്ററി പാരമ്പര്യം എന്നുള്ള അവനവനിലുള്ളതാണ്, അവന്റെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് അവന് കിട്ടിയതാണ്. അപ്പൊ അത് ആണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവന്റെ പര്യാവരണം സ്വാധീനിക്കുക. ഇതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരാളിനെ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏത് നിലവാരത്തിലുള്ള ആളുടെ എനിക്ക് തന്നാലും ഞാൻ അയാളിനെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി നിങ്ങൾക്ക് തിരിച്ചു തരാം. അതായത് എത്ര ഒരു കുട്ടി ഗിഫ്റ്റഡ് ആണ്, ഒരു കുട്ടി ഒരു എബോ ആവറേജ് ആണ്, ഒരു കുട്ടി ബിലോ ആവറേജ് ആണ്, ഒരു കുട്ടി കുറച്ച് പിന്നോക്കാവസ്ഥയുള്ള. ഈ 4 പേരെ എനിക്ക് തന്നാലും ഞാൻ അവനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കി തരാം എന്നൊരാൾ പറയുവാണ്. അപ്പൊ അയാൾ അവിടെ ഹെറിഡിറ്ററിക്കല്ലേ ഇമ്പോർട്ടൻസ് കൊടുത്ത, ചുറ്റുപാടിനാണ്. അയാൾ ആ കുട്ടിക്ക് വേണ്ട എല്ലാം ചെയ്ത് അത് ചുറ്റുപാടിനെ നന്നാക്കി ആ കുട്ടീനെ നന്നാക്കി എടുക്കാന്നാണ് അദ്ദേഹം അഭിപ്രായം. അങ്ങനെ അഭിപ്രായം പറയുന്നവരും ഉണ്ട്, അങ്ങനെ ഒപ്പോസിഷൻ സൈഡ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതുപോലെ ഇങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ അഭിപ്രായം പറയുന്നവരും ഉണ്ട്. പാരമ്പര്യമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അത് കഴിഞ്ഞിട്ടാണ് പര്യാവരണത്തിന് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. 2 ടൈപ്പ് ഓഫ് വ്യൂസും അതിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 27ാമത്തെ ക്വസ്റ്റ്യൻ. പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ, പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ വക്താവാര്? ഈ വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മൾ പുരോഗമന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ, ഇപ്പൊ ഡിസ്കവറി ലേണിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അത് ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി ആണ്. പ്രോഗ്രസീവ് എഡ്യൂക്കേഷനിൽ വേറെ ഒന്നുമല്ല, മുമ്പുണ്ടായിരുന്ന ട്രഡീഷണൽ എഡ്യൂക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓരോ കുട്ടി ഇങ്ങനെ ബുക്കിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറെ കാണുക, അല്ലെങ്കിൽ കേൾക്കുക, പഠിക്കുക എന്നുള്ളതല്ലാതെ എക്സ്പീരിയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്ത് ഡിസ്കവറി ലേണിങ്ങിലൊക്കെ ഉള്ളത്. അത് തന്നെയല്ലേ, അത് തന്നെ ജോൺ ഡ്യൂയി ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷന്റെ ഫാദർ എന്ന് വിളിക്കുന്നത്. ജോൺ ഡ്യൂയി ആണ് എന്ത് പറഞ്ഞ ലേണിംഗ് ബൈ ഡ്യൂയിങ് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക, ഓഡ് വൺ ഔട്ട് ചെയ്യാന്നുള്ളതാണ്. സഹവർത്തിത പഠനം, സംവാദാത്മക പഠനം, നേരിട്ടുള്ള ബോധനം, പ്രതിക്രിയാധ്യാപനം. നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, സഹവർത്തിതവും സംവാദാത്മകം ഇത് രണ്ടും നമുക്ക് മനസ്സിലായി. ഗ്രൂപ്പ് സ്റ്റഡിയാണ് രണ്ടും. ഓക്കെ, അപ്പൊ 2 ഗ്രൂപ്പ് സ്റ്റഡി ആയാൽ സ്വാഭാവികമായിട്ടും ഓഡ് വൺ ഔട്ടിൽ ആകെ 4 ഓപ്ഷനേ ഉള്ളൂ. അതിൽ 2 ഗ്രൂപ്പ് സ്റ്റഡിയാണ്. പിന്നെ ഉള്ള 3ാമത്തെ ഓപ്ഷൻ ഗ്രൂപ്പ് സ്റ്റഡി ആയാലേ മറ്റത് ഓഡ് വൺ ഔട്ട് ആവുള്ളൂ. ഓക്കെ, അത് കോമൺ ലോജിക് ആണ്. അപ്പൊ അത് വെച്ച് നോക്ക്, നേരിട്ടുള്ള ബോധനമുണ്ട്, പ്രതിക്രിയ അധ്യാപനമുണ്ട്. അപ്പം നേരിട്ടുള്ള ബോധനം ഉറപ്പായിട്ടും, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉറപ്പായിട്ടും ഗ്രൂപ്പ് സ്റ്റഡി ആവത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് തന്നെയല്ലേ ഓഡ് വൺ ഔട്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട എന്താണ്, 3 ഓപ്ഷൻ ഒരുപോലെ വേണം, ഒരെണ്ണം ഓഡ് ഔട്ട് വേണം. പക്ഷെ നിങ്ങൾക്ക് 3 ഓപ്ഷനിൽ 2 ഓപ്ഷനെ അറിയാവൂ. ഓക്കെ, മറ്റേത് അല്ലെന്നറിയാമെങ്കിലും നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും കാരണം മറ്റേ 3ാമത്തെ ഓപ്ഷൻ സ്വാഭാവികമായിട്ടും അതിന്റെ മറ്റേ 2ന്റെ കൂടെ ഒരുമിച്ച് വരണം. ഓക്കെ, പ്രതിക്രിയാധ്യാപനമായിരിക്കും നിങ്ങൾക്ക് പരിചയമില്ലാത്തത്. അത് പ്രതിക്രിയാധ്യാപനം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇപ്പം ഒരു കുട്ടിക്ക് വായിക്കാൻ അറിയില്ല, മലയാളം ഓർ ഇംഗ്ലീഷ് ഓർ എനിത്തിങ്, അറബിക് ആണെങ്കിൽ അറബിക്, അങ്ങനെ വായിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും ക്ലാസ്സിൽ. എന്നിട്ട് ഒരു 4 പേർക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ആ സ്കൂൾ ക്ലാസ്സിലെ പൊതുവെ അത്യാവശ്യം നല്ല നിലവാരമുള്ള കുട്ടികളെ, അല്ലെങ്കിൽ അധ്യാപകരെ കുറച്ച് നിലവാരം കൂടിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അക്ഷരങ്ങളോ ഇത് വായിക്കാനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി, ഞാൻ മുമ്പ് ഞാൻ UP ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് അക്ഷരങ്ങൾ, കുറച്ച് ഇങ്ങനെ പഠന വൈകല്യമൊക്കെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഉച്ച സമയത്ത് 1 മണി ആ സമയത്തൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പ്രതിക്രിയ അധ്യാപനം എന്ന് വിളിക്കുക. ഇത് വായനാ പരിശീലനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സാധനമാണ് പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് എന്നുള്ളത്. അപ്പൊ അതും ഗ്രൂപ്പ് സ്റ്റഡിയാണ്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഒരു അധ്യാപന കാര്യങ്ങൾ പറയുന്നു, കുട്ടി കേൾക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. അതിൽ ഗ്രൂപ്പ് സ്റ്റഡി, ഗ്രൂപ്പ് വർക്ക് അല്ല. ഓക്കെ, അപ്പൊ അതാണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരിക. ഓക്കെ, 29. താഴെ പറയുന്നവയിൽ പഠനത്തിന് അനിവാര്യമായ മുന്നുപാധി ഏത്? പ്രീ കണ്ടീഷനാണ്. അത് പഠനം നടക്കണമെങ്കിൽ ഇത് വേണം, ഇതുണ്ടെങ്കിലേ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രീ കണ്ടീഷൻ ഏതെന്നാണ്? പരിപക്വമാണോ, അഭിപ്രേരണയാണോ, താല്പര്യമാണോ, പരിശീലനമാണോ? പരിശീലനം
വേണോ നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പരിശീലനം ചെയ്യാം, പരിശീലനം ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കുകയും ചെയ്യാം, രണ്ടും ചെയ്യാം. അപ്പം നമുക്ക് പറയാൻ പറ്റും. താല്പര്യമുള്ള ആളിനെ പഠിപ്പിക്കാം. പഠിച്ചു വരുന്ന സമയത്ത് ചിലർക്ക് താല്പര്യം വരും, അതും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതാണ്. അഭിപ്രേരണ, മോട്ടിവേഷൻ അങ്ങനെയൊക്കെയാണ്. പക്ഷെ പരിപക്വത അങ്ങനെയാണോ? നിങ്ങൾ ആലോചിക്കേ, ഒരു 2 മാസം പ്രായമായ കുട്ടി, 2 മാസം പ്രായമായ കുട്ടീനെ നമ്മളിങ്ങനെ ഇത് അമ്മ എന്ന് പഠിപ്പിക്കാൻ പറ്റൂ? ഇല്ല. ആ കുട്ടിക്ക് ചിത്രങ്ങൾ കാണുമ്പോൾ ബോധം വരുന്ന ഒരു പ്രായമില്ലേ? അതിപ്പോ 6 മാസമോ 7 മാസമോ അല്ലെങ്കിൽ 1 വയസ്സോ ഒക്കെ ആകുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റും. നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പൊ ഈ 3 മാസം 6 മാസം ഒക്കെ ആകുന്ന കുട്ടികൾ തന്നെ ഇങ്ങനെ വാക്കുകളൊക്കെ പറയുന്നത് നിങ്ങൾ റിയാലിറ്റി ഷോയിലൊക്കെ വരുന്ന പത്രത്തിലൊക്കെ ന്യൂസ് വരാറുണ്ട്. അങ്ങനത്തെ കുട്ടികളുണ്ട്, ഇല്ലാന്നല്ല. പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഒരു നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാല് അവർക്ക് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനോ പുതിയ അനുഭവങ്ങൾ കൊണ്ടെത്തിക്കാനോ ഒക്കെ സാധിക്കും. അപ്പം മെച്ചുറേഷൻ, പരിപക്വനം എത്തുക എന്നുള്ളത് ഒരു പ്രീ കണ്ടീഷൻ ആണ്. ആ പ്രീ കണ്ടീഷൻ എത്തിയാൽ മാത്രമേ പിന്നെ നമുക്ക് ലേണിങ്ങിന്റെ വേറെ സ്റ്റെപ്പുകളിലോട്ട് പോവാൻ സാധിക്കുള്ളൂ. എങ്ങനെ ആൻസർ വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും എന്നുള്ള സംഭവമില്ലേ, കോപ്പറേറ്റീവ് കൊളാബറേറ്റീവ് ലേണിംഗ്, അതിന്റെ ഒരു ചാർട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നാല് പിന്നീട് എപ്പോഴെങ്കിലും വായിക്കുന്ന നേരത്ത് കുറെ ഇങ്ങനെ വായിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ടേബിളിൽ വായിക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ക്രീൻഷോട്ട് ആവശ്യമുള്ളവർ ഇത് എടുത്തോണേ. സഹകരണാത്മക പഠനവും സഹവർത്തിത പഠനവും, നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനെ പറ്റി ചർച്ച ചെയ്യാൻ പോവാണ്. 10:15. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിലയിരുത്തലിനെ കുറിച്ചുള്ള സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രസ്താവന. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വിലയിരുത്തൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, പണ്ട് കാലത്തിന് മാറി CE ആയി, ഇപ്പൊ CSE ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ ആണ്. അതായത് പഠനത്തോടെ അധ്യാപകൻ ഓരോ കുട്ടിയെയും വിലയിരുത്തിയാണ് പോകുന്നത്. CCE മാർക്കാണ് നമുക്കിപ്പോ ഉള്ളത്. ഒരു യൂണിറ്റ് പഠിച്ച ശേഷം മാത്രം വിലയിരുത്താൻ മതി അങ്ങനത്തെ അഭിപ്രായം ആർക്കുമില്ല. അക്കാദമിക വർഷാന്ത്യം, വർഷത്തിന് അവസാനം മാത്രം വിലയിരുത്താൻ മതി, അങ്ങനെ അല്ല. വിലയിരുത്തൽ തന്നെ വേണ്ട, വിലയിരുത്തൽ അനിവാര്യമല്ല എന്ന് പറയുന്ന അവസ്ഥയും നമുക്കില്ല. ഇത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ്. ഒരു കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ വിലയിരുത്തുന്നു. അതുപോലെ എന്തെങ്കിലും വിലയിരുത്തിയാൽ പോലെ പഠനം മാത്രം നോക്കിയാൽ പോരാ. ആ കുട്ടിക്ക് ഓരോ യൂണിറ്റ് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി. അനക്കാദമികമായ കുട്ടികളുടെ ഇമോഷണൽ ഇന്റലിജൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, അധ്യാപകര് വിലയിരുത്താറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള ഇവാലുവേഷൻ സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് ആണ് പ്ലസ് കോംപ്രഹെൻസീവ് ആണ്. എല്ലാം കുട്ടിയുടെ എല്ലാം സമഗ്രമായിട്ടുള്ള ആശയങ്ങൾ അത് എല്ലാം വാല്യുവേറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ മാർക്ക് കൊടുക്കുക. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് CCE ആണ്. അപ്പൊ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ പഠനത്തോടൊപ്പം അങ്ങ് നടന്നോളും, കണ്ടിന്യൂസ് ആയി അങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിചാരിക്കുവാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ കൃത്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഏത് ക്വസ്റ്റ്യൻ, സംശയങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എക്സ്ട്രാ ടോപ്പിക്കുകൾ വേണമെങ്കിൽ ചോദിക്കാം.